ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. ക്ഷമിക്കണം, ഇന്ന് കുറച്ച് വൈകിപ്പോയി. അതായത് നമുക്ക് സത്സംഗം ആരംഭിക്കാം.
Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. गोलोकेरा प्रेमगना हरिनाम संकीर्तन की जय। ഹരേ കൃഷ്ണ. ഇന്നലെ പുനലൂര് ഭഗവാന്റെ ക്ഷേത്രത്തിൽ സത്സംഗമായിരുന്നു. അടിയൻ്റെ ജന്മനാട്ടിൽ, ഞാൻ ജനിച്ച സ്ഥലം. കുട്ടിക്കാലത്ത് 6 വയസ്സുള്ളപ്പോൾ 6 വയസ്സ് വരെ കുറേ പ്രാവശ്യം പോയൊരു ക്ഷേത്രമായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്താൽ ആ ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞു. അവിടെ ഒരു സത്സംഗമായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ നമ്മുടെ സത്സംഗത്തിലുള്ള ഒരു ഭക്തിയുടെ വീട്ടിലാണ് ഇന്ന് രാവിലത്തെ സത്സംഗം. സജിത മാതാജി എന്ന് പറയും. ഒരു മാതാജിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ 10 മണിക്ക് ഭക്തരെല്ലാവരും ഒത്തുകൂടും. അന്നേരം ഇവിടെ ഒരു സത്സംഗം. അതിനുശേഷം വൈകുന്നേരത്ത് വേറൊരു ക്ഷേത്രത്തിലോട്ടും സത്സംഗമുണ്ട്. നാളെ രാവിലെ മഹാദേവ ക്ഷേത്രത്തിലുണ്ട്. ഇന്ന് വൈകിട്ടുള്ളതൊരു ഭഗവതി ക്ഷേത്രത്തിലാണ്. പിന്നെ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ സത്സംഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരുവനന്തപുരത്ത് പത്മനാഭൻ്റെ നാട്ടിൽ വൈകുന്നേരത്ത് പോകും. അവിടെ ഒരു സത്സംഗം 12, 13, 14 3 ദിവസങ്ങളിൽ. അതിനുശേഷം പിന്നെ 15-ാം തീയതി തിരുവനന്തപുരത്ത് തന്നെ ഒരു ക്ഷേത്രത്തിൽ സത്സംഗമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 16-ാം തീയതി വീണ്ടും ഗുരുവായൂരിലേക്ക് തിരിച്ചെത്തുകയാണ്. ഹരേ കൃഷ്ണ. അതുകൊണ്ട് ഇന്നലെ സത്സംഗം ആയതുകൊണ്ടായിരുന്നു ലൈവ് എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് ചർച്ച തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനി. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരഗതാദാമദായ നഗരഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനി. നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനെ. ശ്രീവാശഭാനവീ ദേവി ദയിതായി കൃപാതേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരതപ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംഭൂതേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്ത്വം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യാനാമിനേ ഗൗരതുസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം.
ഹരേ കൃഷ്ണ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരദോ പങ്കോർമമ മന്ദമതേർഗതിമത്സർവസ്വപാദാം ഭോജോ രാധാമദനമോഹനോ ദിവ്യദ്വൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ഠാലഭ്യ സേവ്യമാനോ സ്മരാമി. ശ്രീമൻരാസരസാരംഭീ വംശീവടത്തടസ്ഥിതകർഷൻ വേണുസ്വനേർ ഗോപിർഗോപിനാഥ ശ്രീയസ്തുന തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. हे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മുടെ ചർച്ച ആരംഭിക്കാം. ശ്രീമദ് ഭാഗവതം അമലപുരാണം, മാലിന്യമില്ലാത്ത പുരാണം, ഏറ്റവും മനോഹരമായിട്ടുള്ള പുരാണം. ഭഗവാനിൽ നിന്നുള്ള വിരഹത്തെ അകറ്റാൻ ഒരേ ഒരു ഉപായം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ഔഷധമേ ഉള്ളൂ, ശ്രീമദ് ഭാഗവതം. തിരുനാമവും ഭഗവാന്റെ ഭാഗവതം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിഷമമൊന്നുമില്ല, അല്ലേ? എല്ലാവിധ സന്തോഷവും സംതൃപ്തിയും സമാധാനവും എല്ലാം നൽകുന്ന ഏറ്റവും ഉത്തമ ഔഷധമാണ് ശ്രീമദ് ഭാഗവതവും തിരുനാമജപവും. ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായം കഴിഞ്ഞു. 3-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ വൃന്ദാവനത്തിന് പുറത്തായിട്ട് ഭഗവാൻ ചെയ്ത ലീലകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു, അല്ലേ? ഇനി മുന്നോട്ട് നമുക്ക് നോക്കാം. 12 കഴിഞ്ഞു, 13 കഴിഞ്ഞു, 14-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. അന്നേരം ഇപ്പോൾ എന്താണ് ഇവിടെ ചർച്ച നടക്കുന്നത്? വിതുരർ ഉദ്ധവരെ കാണുകയാണ്. ഉദ്ധവർ എന്ന് പറയുന്നത് ഭഗവാന്റെ നിത്യപാർഷദനാണ്. പാർഷദൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭഗവാന്റെ കൂട്ടത്തിലുള്ള ഭക്തനാണ്. നമ്മളെല്ലാവരും കൊതിക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴും ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്ന ആ ഒരു ആനന്ദം ഒന്ന് ആലോചിച്ച് നോക്കുക. ഭഗവാനെ നേരിട്ട് കാണുമ്പോൾ എന്തായിരിക്കും ആനന്ദം? നാമം ജപിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ, നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴും ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോഴും ഭഗവാൻ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട്. അതായത് കണ്ണ് കാണാൻ പറ്റാത്തൊരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ അടുത്ത് ആരൊക്കെയാണെന്ന് ചിലപ്പോൾ അറിയത്തില്ല, തൊട്ട് നോക്കേണ്ടി വരും, അല്ലേ? അന്നേരം ആ വ്യക്തി അറിയുന്നില്ല ശബ്ദത്തിലൂടെ. അതേപോലെ ഭഗവാൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചറിയാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് നാമം ജപിക്കാൻ ഇത്രയും താല്പര്യം. ഭക്തി, നല്ലൊരു ഭക്തന്റെ ലക്ഷണം, ഭക്തയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നാമം ജപിക്കാൻ താല്പര്യം കാണും. നാമം ജപിക്കാൻ താല്പര്യമില്ല, അതിൻ്റെ അർത്ഥം ഭഗവാനെ കുറിച്ചുള്ള ഒരു അനുഭവം ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർ ഭക്തി ഒരു പ്രഹസനത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നു എന്നേ ഉള്ളൂ. നമുക്ക് ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജപിക്കാൻ താല്പര്യം കാണും. യഥാർത്ഥത്തിൽ എത്രത്തോളം നമ്മൾ ജപിക്കാൻ താല്പര്യം കാണിക്കുന്നോ അത്രത്തോളം നമുക്ക് ഭഗവാനിൽ താല്പര്യം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു കാര്യം, ഭഗവാനെ
ജപിക്കാനുള്ള താല്പര്യം കൂട്ടിക്കൂട്ടി തരണേ. ഇനിയും ഇനിയും അങ്ങയുടെ തിരുനാമം ജപിക്കാനുള്ള പരമ സൗഭാഗ്യം അടിയന് ലഭിക്കണമേ. ഭൗതിക ആഗ്രഹങ്ങളൊക്കെ മാറ്റി സദാസമയവും ഭഗവാന്റെ തിരുനാമം ജപിക്കാനുള്ള പരമ സൗഭാഗ്യം നമുക്ക് ലഭിക്കണേ. എന്നിട്ട് ചില വ്യക്തികൾ വിചാരിക്കും എപ്പോഴും ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ തന്നെ ബോറടിക്കത്തില്ല എന്ന്. അങ്ങനെ ബോറൊന്നും അടിക്കത്തില്ല. കാരണം എന്താ? നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. അന്നേരം വെറുതെ ഇരുന്ന് ഒന്നും ചെയ്യാതിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണോ ജപം? അല്ല. പരമോന്നത ലക്ഷ്യം നാമജപമാണെന്ന് മനസ്സിലാക്കി ഊടും ഉറക്കത്തിനും അപ്പുറത്തായിട്ടാണ് നാമജപത്തെ കാണുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയാണ്. അല്ലാതെ ജപത്തെ ഒന്നും ചെയ്യാതെ തിന്നും കുടിച്ചും ഉറങ്ങിയും ജീവിക്കാൻ വേണ്ടിയുള്ളവർക്ക് വേണ്ടിയല്ല നിത്യമുള്ള ജപം. ശരീരത്തിനും അപ്പുറത്തായിട്ടുള്ള നമ്മളെ തിരിച്ചറിഞ്ഞ് ആത്മീയ സാക്ഷാത്കാരത്തിന് വേണ്ടി, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഒരു വഴിയാണ് തിരുനാമജപം എന്ന് പറയുന്നത്. അന്നേരം അലസന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല നാമജപം. ജപിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അലസന്മാരാണ് എന്നുമല്ല. യഥാർത്ഥത്തിൽ പരമോന്നതമായിട്ടുള്ള ആ തത്വത്തെ മനസ്സിലാക്കിയ വ്യക്തികൾക്ക് മാത്രമേ ജപിക്കാൻ തോന്നുകയുള്ളൂ. അല്ലാത്തവർ ഒരിക്കലും ജപിക്കാൻ തോന്നത്തില്ല. ഇത് ഒരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ ഉള്ളിൽ. അതായത് അലസന്മാരാണ് ജപിക്കുന്നത്. യഥാർത്ഥത്തിൽ അലസത ഇല്ലാത്തവർക്ക് ജപിക്കാൻ കഴിയും. ഞാൻ സത്സംഗത്തിൽ പല പ്രാവശ്യം പറഞ്ഞു, ശാരീരിക അധ്വാനത്തിനെക്കാട്ടിയും കൂടുതൽ ബുദ്ധിമുട്ടാണ് മനസ്സിനെ ഉപയോഗിക്കുക എന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു കൂലിപ്പണി ചെയ്യുന്ന വ്യക്തിയെക്കാട്ടിയും കൂലിപ്പണി ചെയ്യിപ്പിക്കുന്ന വ്യക്തിക്ക് കാശ് കൂടുതൽ കിട്ടുന്നത്. കാരണം എന്താ? മനസ്സ് കൂടുതൽ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരാളെ ജോലിയിൽ ഏർപ്പെടുത്താൻ വേണ്ടി. അന്നേരം ശാരീരിക അധ്വാനത്തിനെക്കാട്ടിയും കൂടുതൽ അധ്വാനം വേണം മനസ്സിനെ ഒരു കാര്യത്തിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ. അന്നേരം കൂലിപ്പണി ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കൂലിപ്പണി ചെയ്യുന്ന വ്യക്തിയെക്കാട്ടിയും അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന എഞ്ചിനീയറിനാണ് കൂടുതൽ ശമ്പളം കിട്ടുന്നത്. അന്നേരം എഞ്ചിനീയറിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചുമടൊന്നും എടുക്കുന്നില്ല, ഇഷ്ടിക ചുമക്കാറില്ല. എന്നിട്ട് ആൾ സാലറി പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അയാളുടെ ഫീസ് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയാം നിങ്ങൾ അതിനെ ഒന്നും ചെയ്തില്ലല്ലോ. പക്ഷേ ആളവിടെ ഇരുന്ന് തല പുകഞ്ഞ് ആലോചിച്ചിട്ടാണ് ഓരോ വ്യക്തികളെയും ഓരോ ജോലിയും ഏർപ്പെടുത്തുന്നത്. അതേപോലെ നമ്മുടെ ശാരീരിക അധ്വാനത്തിനെക്കാട്ടിയും മാനസികമായിട്ടുള്ള ചിന്തകളെ ഒരു വിഷയത്തിൽ നിയോഗിക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും വലിയ അധ്വാനം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ഒരു വിഷയത്തിൽ നിയോഗിക്കുക എന്നതാണ്. ആത്മീയ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അധ്വാനമുള്ളത്. ഒരു വ്യക്തിക്ക് കോടാനുകോടി രൂപ കൊടുത്താലും ഒരിടത്തിരുന്ന് ജപിക്കാൻ പറഞ്ഞാൽ ആ വ്യക്തിക്ക് പറ്റത്തില്ല. മനസ്സ് ചഞ്ചലമായിട്ടിരിക്കുന്ന വ്യക്തിക്ക് ഒരിടത്തിരുന്ന് ജപിക്കാൻ കഴിയില്ല. ജപിക്കുന്ന പോട്ടെ, ഒരിടത്ത് സമാനമായിട്ട് ഇരിക്കാൻ പോലും കഴിയത്തില്ല. മനസ്സ് ചഞ്ചലമായിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. ആ വ്യക്തിക്ക് ഒരിക്കലും ജപിക്കാൻ കഴിയില്ല. അന്നേരം ജപിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. കോടാനുകൂടി ജന്മങ്ങളിൽ ചെയ്ത പുണ്യത്തിന്റെ റിസൾട്ടാണ് ഭഗവാന്റെ തിരുനാമം ആ മാല കൈകൊണ്ടൊന്ന് പിടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ. നിസ്സാരമല്ല. കോടാനുകൂടി ജന്മത്തിൽ ചെയ്ത പുണ്യം, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം ഭക്തോത്തമന്മാരായിട്ടുള്ള ഉദ്ധവരും വിതുരരും കാണുകയാണ് തമ്മിൽ. അന്നേരം ഉദ്ധവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലീലയൊക്കെ സമാപ്തമായി. ഭഗവാന്റെ ലോകത്തേക്ക് തിരിച്ചുപോയി. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റേതാണ്. പക്ഷെ എന്നിരുന്നാലും മോനെ അത് തറയെ വെക്കണ്ട കേട്ടോ, ഭഗവാന്റെ ഗ്രന്ഥം വയ്ക്കുന്നതല്ല. അത് അതിനകത്ത് ഉണ്ടെങ്കിൽ ഉചിതമായിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കും കേട്ടോ. അന്നേരം ഭഗവാൻ അപ്രത്യക്ഷനായി. ഭഗവാന്റെ ഗോലോകത്തേക്ക് തിരിച്ചുപോയി. അന്നേരം ആ ഒരു വിരഹത്തിൽ ഇരിക്കുകയാണ് ഉദ്ധവർ. എന്നിട്ട് വിതുരർ കുടുംബത്തിൽ, അതായത് കൗരവരുടെയും പാണ്ഡവരുടെയും ആ ഒരു തർക്കത്തെ കണ്ടിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാതിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലം അന്വേഷിച്ച് പല തീർത്ഥസ്ഥലങ്ങളിലും സന്ദർശിച്ച് അവസാനം ഉദ്ധവരെ കാണുകയാണ്. ഭഗവാന്റെ ഉത്തമ ഭക്തനായ ഉദ്ധവരെ കാണുകയാണ്.
അന്നേരം ഭഗവാന്റെ ഉത്തമ ഭക്തനായ ഉദ്ധവരെ കണ്ടപ്പോൾ വിതുരർക്ക് ഒരുപാട് സന്തോഷമായി. ഹരേ കൃഷ്ണ. ശ്രീരാം പ്രഭു. അതിനെ ആനെ മാറ്റിയിട്ടേ അത് കുറച്ചും കൂടെ അങ്ങോട്ടാക്കി എപ്പോഴും തുറക്കാൻ പറ്റും അല്ലേ? അന്നേരം വിതുരർ പല വിഷമത്തിലായിരുന്നു. പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ വിഷമം അദ്ദേഹത്തെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയതും അതൊന്നുമല്ല. അദ്ദേഹത്തെ അപമാനിച്ച ദുര്യോധനൻ പുറത്താക്കിയ സമയത്ത് ഇത് ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കണ്ടത്. ഇതിനെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യവും സത്സംഗത്തിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലും പല പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളത് അതിൽ നിരാശനായിരിക്കാതെ അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണും. ഭഗവാന്റെ വലിയൊരു പ്ലാനായിട്ട് നമ്മളത് കാണും. അത് നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അത് നമ്മൾ ജീവിക്കാൻ പഠിച്ചു എന്നാണ് നമ്മൾ മനസ്സിലായത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പല പല കാര്യങ്ങളും അറിയാം, പക്ഷേ ജീവിക്കാൻ അറിഞ്ഞുകൂടാ. പല പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പല പല വിഷയങ്ങളെക്കുറിച്ച് നമുക്കറിയാം, പക്ഷെ പ്രധാനമായിട്ടും എങ്ങനെ ജീവിക്കണം, ഒരു വിദ്യാർത്ഥി എങ്ങനെ ഇരിക്കണം, ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഭാര്യ എങ്ങനെയായിരിക്കണം, മക്കൾ എങ്ങനെയായിരിക്കണം, അച്ഛനമ്മമാരെങ്ങനെയായിരിക്കണം, ഇതിനെക്കുറിച്ച് ഒരു കാര്യം പോലും നമ്മൾ പഠിക്കാറില്ല. പഠിക്കാനുള്ള ഒരു സാഹചര്യമില്ല. അതിന് നല്ലൊരു മാർഗനിർദ്ദേശം നൽകാനുള്ള വ്യക്തികളില്ല. ഒരു ജോലി സ്ഥലത്ത് ഒരു ഉടമസ്ഥൻ എങ്ങനെയായിരിക്കണം, രാജ്യം ഭരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം, അന്നേരം ഇതൊക്കെയാണ് ജീവിതം എന്ന് മനസ്സിലാക്കേണ്ടത്. അവർ രണ്ടുപേരും അങ്ങോട്ട് രണ്ട് സൈഡിൽ വെക്കുകയാണ്. അന്നേരം ഇതൊക്കെ ഒരു പ്രധാന വിഷയം തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന്. നമ്മുടെ ജീവിതം നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. അന്നേരം ഒരു സൈഡിൽ നമ്മുടെ പ്രതീക്ഷകളില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ, അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അസീമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതിനെതിരെ എന്തെങ്കിലും നടക്കുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു, ഡിപ്രസ്ഡ് ആകുന്നു, അല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെടുത്ത് അകത്ത് വെച്ചോളൂ. ആ ബുക്കിൻ്റെ അകത്ത് വെച്ചു. അന്നേരം ഇങ്ങനെയുള്ള ഓരോ നിമിഷങ്ങളും, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഓരോ തീരുമാനങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അന്നേരം ഇതിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗദർശനമാണ് നമുക്ക് ഭാഗവത്തിലൂടെയും ഭഗവത്ഗീതയിലൂടെയും ലഭിക്കുന്നത്. ഭക്തർ തമ്മിൽ വരുമ്പോൾ അവർ ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്നത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അന്നേരം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിതുരരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ആ പ്രശ്നങ്ങൾ, ഏറ്റവും വലിയ പ്രശ്നം വന്നു, അദ്ദേഹം ഇത്രയും കാലം ആർക്കു വേണ്ടി ജീവിച്ചോ ഒറ്റ നിമിഷം കൊണ്ട് വിതുരരെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്, അല്ലേ? അന്നേരം ആ നിമിഷം നമ്മൾ ചിന്തിക്കും, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തത്, അവർ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന്. പക്ഷെ അതിനെ ഒന്നും നെഗറ്റീവായിട്ട് എടുക്കാതെ വിതുരർ അത് പോസിറ്റീവായിട്ട് എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് പല പല തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിച്ച ഒടുവിൽ ഉദ്ധവരെ കാണുകയാണ്. അന്നേരം നല്ലൊരു സുഹൃത്തിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു വലിയൊരു ഭാഗ്യമാണ്. അന്നേരം വിതുരർക്ക് ഉദ്ധവരെ കാണാൻ പറ്റിയപ്പോൾ വലിയ സന്തോഷമായി. എന്നിട്ട് അവർ തമ്മിൽ എന്താ ചർച്ച ചെയ്യുന്നത്? ഇവരുടെയും കുറ്റങ്ങളാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, ഭഗവാനെക്കുറിച്ചുള്ള ചർച്ചയുമാണ്. അന്നേരം നമ്മുടെ ജീവിതത്തിലും, ഹരേ കൃഷ്ണ ശബ്ദം കുറയ്ക്കുക കേട്ടോ, നമ്മുടെ ജീവിതത്തിലും പല പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളുടെ നടുവിലും നമ്മൾ ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നല്ല പോസിറ്റീവ് എനർജിയുടെ ഒരു വലിയ സോഴ്സ് വേണം. ആ പോസിറ്റീവ് എനർജിയുടെ വലിയൊരു സോഴ്സ് നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതിനുള്ള ഏറ്റവും ഉത്തമ മാർഗമാണ് നമ്മൾ ഭാഗവത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. തുടക്കത്തിലൊക്കെ
കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സമാധാനമായിട്ട് നിത്യവും ഭഗവാനെക്കുറിച്ച് ശ്രവിക്കുകയും ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോഴും ക്രമേണ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവിന് ഒരു ആനന്ദം ലഭിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. നല്ലതുപോലെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ ശരീരം ശോഷിച്ചു പോകും. നല്ലപോലെ ഉറക്കമില്ല എങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു സ്ട്രെസ് അനുഭവപ്പെടും. ഇതേപോലെ ആത്മാവിന് ആത്മീയ അനുഭൂതി കിട്ടിയില്ല എങ്കിൽ ആത്മാവ് തൃപ്തിയോടുകൂടി ജീവിക്കാൻ കഴിയില്ല. അന്നേരം നല്ല ആരോഗ്യമുള്ള ശരീരം, സമാധാനമായിട്ടുള്ള മനസ്സ്, തൃപ്തിയുള്ള ഒരു ഹൃദയം, ഇതാണ് നമുക്ക് വേണ്ടത്. ഇതുണ്ടെങ്കിൽ നമ്മൾ ജീവിതം പെർഫെക്റ്റാണ്. അന്നേരം ശരീരം ശ്രദ്ധിക്കണം, മനസ്സ് സമാധാനമായിട്ടിരിക്കണം. മനസ്സിന് സമാധാനം ലഭിക്കുന്നില്ല. എന്തുകൊണ്ട്? മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുന്നില്ല. മനസ്സിനെ അങ്ങ് അഴിച്ചുവിടുകയാണ്. മനസ്സ് ഓരോ കാര്യങ്ങൾ പറയും, അതിനനുസരിച്ച് നമ്മൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ? മനസ്സിന് സമാധാനമില്ല. നമ്മൾ പല പ്രാവശ്യവും സത്സംഗത്തിൽ പറഞ്ഞു, കുട്ടികൾ ഇങ്ങനെ ചഞ്ചലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമ്പോൾ കുട്ടി ഒന്ന് സമാധാനമായിട്ടിരിക്കും. അന്നേരം മനസ്സിനെ ഇരുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്നേരം മനസ്സ് ഒരിടത്ത് ഇരിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്യുന്ന കാര്യത്തിലായിരിക്കണം മനസ്സിൻ്റെ ഫോക്കസ്. അല്ലാതെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. അന്നേരം ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഫോളോ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട്? നമ്മുടെ ഹൃദയം തൃപ്തമാണെങ്കിൽ മാത്രമേ മനസ്സും സമാധാനമായിട്ടിരിക്കും. മനസ്സിന് സമാധാനം ഉണ്ടെങ്കിലേ ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നമുക്ക് മനസ്സ് തോന്നണ്ടേ, ഭക്ഷണം കഴിക്കാൻ തോന്നണ്ടേ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, സംഘർഷം ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുമോ? ഇല്ല. അന്നേരം മനസ്സാണ് റൂട്ട് കോസ്. പക്ഷെ മനസ്സിൻ്റെ സമാധാനം കെടുത്തുന്നത് അതൃപ്തമായിട്ടുള്ള ഹൃദയമാണ്. ഈ ഹൃദയം എന്ന് പറയുമ്പോൾ ഹാർട്ടെന്ന് മാത്രം, ഫിസിക്കൽ ഹാർട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഹൃദയം എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റോർ ഹൗസ് ഓഫ് ഓൾ ഡിസയേഴ്സ്, നമ്മുടെ ആഗ്രഹങ്ങളുടെ എല്ലാം ഉറവിടം ആത്മാവ്. ആത്മാവിൽ നിന്നാണ് ആഗ്രഹങ്ങൾ വരുന്നത്. നമ്മൾ ഹൃദയം എന്ന് പറയുമ്പോൾ ഹൃദയം, ആ വാക്ക് ഹൃദയമായിട്ട് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഈ ഫിസിക്കൽ ഹാർട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം. പക്ഷെ നമ്മുടെ ആത്മാവ് ഇരിക്കുന്ന ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് ഹൃദയം എന്ന് ഉദ്ദേശിക്കുന്നത്. പൊതുവെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ആൾ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? നിൻ്റെ മനസ്സ് ഇവിടെയല്ല അല്ലേ, നിൻ്റെ മനസ്സ് എവിടെയാണ്, നീ എന്താണ് നല്ലപോലെ ചെയ്യാത്ത ഈ കാര്യങ്ങളൊക്കെ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ഇനി മനസ്സ് ഇവിടെയാണെങ്കിൽ പോലും ഒരു സന്തോഷമില്ല മുഖത്ത്. അത് നമ്മൾ ചോദിക്കും, എന്തോ നിനക്ക് ഇഷ്ടമല്ല ഈ കാര്യം. അന്നേരം ഇഷ്ടം അനിഷ്ടം അത് കൂടുതലും ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഏതൊരു വിഷയത്തിലാണോ നമുക്ക് ഇഷ്ടമുള്ളത് ആ കാര്യം നമുക്ക് എത്ര നേരം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഏതൊരു വിഷയത്തിലാണോ നമുക്ക് ഇഷ്ടമല്ലാത്തത് ആ കാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം ആത്മാവിൽ നിന്നാണ് ഇഷ്ടവും അനിഷ്ടവും വരുന്നത്. ഈ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും അനുസരിച്ചായിരിക്കും മനസ്സിൻ്റെ സമനില. നമ്മുടെ മനസ്സിൻ്റെ സമനില തെറ്റുന്ന എപ്പോഴാണ്? ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ അവസരം കിട്ടുന്നില്ല. അതാണ് സ്ട്രെസ്സ് എന്ന് പറയുന്നത്. അന്നേരം ആത്മാവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ആത്മീയ കാര്യങ്ങളാണ്. ഈശ്വര വിശ്വാസിയാണെങ്കിലും ഈശ്വര വിശ്വാസി അല്ലെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാ ആത്മാവും കൊതിക്കുന്നത് ആത്മീയ അനുഭൂതിക്ക് വേണ്ടിയാണ്. ആ ആത്മീയ അനുഭൂതി നമ്മൾ ആത്മാവിന് കൊടുക്കുമ്പോൾ മനസ്സ് സമാധാനമായിട്ടിരിക്കും. 100%, നോ ഡൗട്ട്. അല്ലാതെ നമ്മൾ മനസ്സ് വെച്ച് എന്തൊക്കെ ചെയ്താലും എത്ര ധ്യാനത്തിലിരിക്കാൻ ശ്രമിച്ചാലും ശരിയാവത്തില്ല. കണ്ണടച്ചിരുന്നുകൊണ്ട് മാത്രം ധ്യാനമാവുന്നില്ല. ആ ധ്യാനത്തിൻ്റെ വിഷയം, ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗഹനമായിട്ട് ഏതൊരു വിഷയത്തെക്കുറിച്ചും ചിന്തിക്കുമെങ്കിൽ അത് ധ്യാനമാണ്. കണ്ണടച്ചിരിക്കുന്നതല്ല ധ്യാനം. കണ്ണ് തുറന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ധ്യാനമാണ്. അന്നേരം നമ്മുടെ ആത്മാവ് തൃപ്തനാണെങ്കിൽ മാത്രമേ മനസ്സിനെ സമാധാനമായിട്ട് ഇരുത്താൻ പറ്റൂ. ആത്മാവ് തൃപ്തനാണ്, മനസ്സ് സമാധാനമായിട്ടിരിക്കുന്നു, ശരീരം ആരോഗ്യപരമായിട്ട് തന്നെ ഇരിക്കും. എത്ര വലിയ രോഗമുണ്ടെങ്കിലും മനസ്സ് സമാധാനമാണോ, ഹൃദയം തൃപ്തമാണോ, ആരോഗ്യത്തിൻ്റെ പ്രശ്നത്തെ മറികടക്കാൻ നമുക്ക് പറ്റും.
രോഗത്തിന് ഒരു ശമനം ലഭിക്കും, രോഗത്തെ അകറ്റാൻ പറ്റും. ഇനി ഒന്നും പറ്റിയില്ലെങ്കിലും ആ രോഗം വളരെ ശക്തമായിട്ട് വരികയാണെങ്കിൽ പോലും സമാധാനത്തോടു കൂടി ഈ ശരീരം ഉപേക്ഷിക്കാൻ വരെ ആ വ്യക്തിക്ക് കഴിയും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ആത്മാവ് എന്ന് പറയുന്നത് റൂട്ട് ലെവലിലാണ്. അന്നേരം ആത്മാവിനെ തൃപ്തിയോടുകൂടി ഇരുത്തുക എന്നതാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ലക്ഷ്യം. അതുകൊണ്ടാണ് പല പല നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത്, മറ്റു മതഗ്രന്ഥങ്ങളിലും എന്താ പറയുന്നത്, ഈ ലോകത്തെ മുഴുവൻ നമ്മൾ നേടിയെടുത്തു, പക്ഷേ നീ നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നീ എന്ത് നേടി എന്നാണ് ചോദിക്കുന്നത്. അതേ സമയത്ത് ലോകത്തിൽ നീ വലിയൊരു പരാജയമാണ്, പക്ഷേ നീ നിൻ്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നീ നിന്നെ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്നാണ് പറയുന്നത്. സത്യമല്ലേ? ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും നമ്മുടെ അധീനതയിലാണ്. ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും താമസിക്കുന്ന വ്യക്തികൾ അവരെല്ലാവരും നമ്മുടെ നിയന്ത്രണത്തിലാണെങ്കിൽ പോലും നമ്മൾ തൃപ്തരല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ടാണ് വാമനമൂർത്തി, സാക്ഷാൽ ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള അവതാരം മഹാബലി ചക്രവർത്തിയോട് പറയുന്നു, 3 അടി മണ്ണ് കൊണ്ട് തൃപ്തിയില്ലാത്തവന് ത്രിലോകങ്ങൾ ലഭിച്ചാലും തൃപ്തി വരത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തൃപ്തി എന്ന് പറഞ്ഞാൽ ഇറ്റ് കംസ് ബൈ ചോയ്സ്. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മളെ തൃപ്തരാക്കുന്നത്. അന്നേരം ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ അത് ആത്മീയമാണെങ്കിൽ നമ്മുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ അധികം ബുദ്ധിമുട്ടില്ല. പക്ഷേ പുറമേ ഉള്ള വസ്തുവകകളിലാണ് നമ്മൾ തൃപ്തി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒരിക്കലും തൃപ്തിപ്പെടത്തില്ല. എത്ര ലഭിച്ചാലും തൃപ്തി വരത്തില്ല. ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയെടുത്താലും ആത്മാവ് തൃപ്തനല്ല എങ്കിൽ നോ യൂസ്, എല്ലാം വേസ്റ്റാണ്. അന്നേരം ഈ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കാവ്യ വസ്ത്രം ഇട്ടതുകൊണ്ട് ഒരു സന്യാസി ആയതുകൊണ്ടോ തൃപ്തനാവണമെന്നില്ല. സന്യാസിമാരെ വഴിതെറ്റിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഒരു സന്യാസിക്ക് ചിന്തിക്കാൻ പറ്റും, എത്ര ദക്ഷിണ കിട്ടുന്നുണ്ട്, എത്ര ശിഷ്യരുണ്ട്. അന്നേരം ശിഷ്യർ, ദക്ഷിണ, ഇതെല്ലാം എന്താണ് ആഗ്രഹിക്കുന്നത്? ദക്ഷിണയിലൂടെ കൂടുതൽ സൗകര്യങ്ങൾ, കംഫർട്ടബിൾ ലൈഫ്, എല്ലാവരും ബഹുമാനിക്കുക. ബഹുമാനം എന്തിനാണ് ലഭിക്കുന്നത്? ആത്മാവിനാണോ? ശരീരത്തിനാണ് ബഹുമാനം ലഭിക്കുന്നത്. അന്നേരം എൻ്റെ തൃപ്തി ഈ ശാരീരിക സുഖഭോഗങ്ങളിലാണെങ്കിൽ ഈ സന്യാസ വേഷം ഇട്ടിട്ടും കാര്യമില്ല. എൻ്റെ മനസ്സിൻ്റെ ചിന്തകൾ, എത്ര പേരെന്നെ ബഹുമാനിക്കുന്നു, എത്ര പേരെൻ്റെ ഫോളോവേഴ്സ് കൂടുന്നുണ്ട്, അതാണ് എൻ്റെ ചിന്തയെങ്കിൽ, എത്രത്തോളം കാശ് എനിക്ക് ലഭിക്കുന്നു, എത്രത്തോളം അധികാരം എനിക്ക് ലഭിക്കുന്നു, അതാണ് എൻ്റെ ചിന്തയെങ്കിൽ എൻ്റെ പോക്കും ശരിയല്ല. ഇതിലൊന്നും ആയിരിക്കരുത് എൻ്റെ തൃപ്തി കണ്ടെത്തുന്നത്. ഞാൻ തൃപ്തി കണ്ടെത്തുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന എന്നെ തിരിച്ചറിഞ്ഞ് ഞാൻ ഭഗവാന്റെ സേവനത്തിൽ തൃപ്തി കണ്ടെത്തുക. ലഭിക്കുന്നത് എന്താണോ അത് ഇത്രയാണെങ്കിലും അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയും ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അതാണ് ഞാൻ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതവും സന്തോഷകരമായിരിക്കും. അതുകൊണ്ട് പുറമെ സന്യാസം എടുത്തതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം ധന്യമായി എന്നല്ല. ഇനി സന്യാസം എടുത്തില്ല, ഗൃഹസ്ഥ ജീവിതത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ആ ഗൃഹസ്ഥ ജീവിതം ഉചിതമല്ല എന്നല്ല. തൃപ്തിയോടുകൂടി ഇരിക്കാൻ ആർക്കും പറ്റും. അത് നമ്മുടെ തീരുമാനമാണ്. ആഗ്രഹം മനസ്സിൽ ഒരുപാടുണ്ട്, പക്ഷെ എനിക്കിത് മതി എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയോടുകൂടി ഇരിക്കാൻ പറ്റും. അന്നേരം അതൊരു തപസ്യയാണ്. ഭഗവാൻ പറയുന്നു, ശരീരത്തിൻ്റെ തപസ്യ എന്ന് പറഞ്ഞാൽ ശരീരം ശുദ്ധമാക്കി വയ്ക്കുക, സജ്ജനങ്ങളെ കാണുമ്പോൾ, ഭഗവാനെ കാണുമ്പോൾ നമസ്കരിക്കുക, അത് ശരീരത്തിൻ്റെ തപസ്യയാണ്. വാക്കിൻ്റെ തപസ്യ മറ്റുള്ളവരെ ഉദ്വേഗിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക, നല്ല കാര്യങ്ങൾ സംസാരിക്കുക, ഭഗവാനെക്കുറിച്ച് പഠിക്കുക, മനസ്സിനെ അനാവശ്യ ചിന്തകളിൽ നിന്ന് മാറ്റുക, അത് മനസ്സിൻ്റെ തപസ്യയാണ്. തപസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ എന്നിട്ടും ഞാൻ ചെയ്യുന്നു. എന്തുകൊണ്ട്? എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി. എനിക്ക് താല്പര്യമില്ല, എനിക്ക് പല കാര്യത്തിലും താല്പര്യമുണ്ട്, പക്ഷേ അത് ഞാൻ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അതുകൊണ്ട് എനിക്ക് ഉയർച്ച ഉണ്ടാവത്തില്ല, ഞാൻ അധപ്പതിക്കും എന്ന് മനസ്സിലാക്കി, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ആണെങ്കിൽ പോലും അതുകൊണ്ട് എനിക്ക് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് അകത്ത് നിൽക്കുന്നത്. ഇതിനെയാണ് തപസ്യ എന്ന് പറയുന്നത്. അന്നേരം
ശരീരത്തിൻ്റെ തപസ് എന്താ? ശുദ്ധമാക്കി വെക്കുക ശരീരം. മനസ്സിനെ സച്ചിന്തകൾ സച്ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. വാക്കിൻ്റെ തപസ് എന്തുവാണ്? മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ, മറ്റുള്ളവരെ ഉദ്വേഗിപ്പിക്കുന്ന രീതിയിൽ, പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. ഭഗവാന്റെ നാമം ജപിക്കുക. ഇനി നമ്മുടെ ആത്മാവ് സംതൃപ്തമായിട്ടിരിക്കുക, അതും ഒരു തപസ്യാണ്. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. അതിലൂടെ എന്താണോ ലഭിക്കുന്നത് അതിൽ തൃപ്തിയോടുകൂടി ഇരിക്കുക. ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ആർ ഗെറ്റിംഗ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം അങ്ങനെ ഇരിക്കുന്ന വ്യക്തി ആത്മീയമായി പുരോഗമിക്കാനുള്ള എല്ലാ സാധ്യതയും കൂടുതലാണ്. അങ്ങനെയുള്ള ഭക്തരെക്കുറിച്ചാണ് നമ്മൾ ശ്രീമദ് ഭാഗവത്തിലൂടെ പഠിക്കുന്നത്. അന്നേരം ഇങ്ങനെയുള്ള ഭക്തരിൽ നിന്ന് നമ്മൾ പ്രചോദനം ഉൾക്കൊള്ളണം. ഇപ്പോൾ ഒരു പണക്കാരനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എപ്പോഴും പണക്കാരനായിട്ടുള്ള വ്യക്തികളിൽ നിന്നായിരിക്കും പ്രചോദനം എടുക്കുന്നത്. സിനിമയിൽ നല്ലൊരു കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ സിനിമാ നടന്മാരിൽ നിന്നോ നടിമാരിൽ നിന്നായിരിക്കും പ്രചോദനം ഉൾക്കൊള്ളുന്നത്. സ്പോർട്സിൽ നല്ല മികവ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവരെപ്പോഴും സ്പോർട്സ് പരമായിട്ടുള്ള അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നായിരിക്കും പ്രചോദനം ഉൾക്കൊള്ളുന്നത്. അതേപോലെ നമ്മൾ ഭക്തരാണ്. കരിയർ വൈസ് നമ്മൾ ബിസിനസ്സുകാരാണെങ്കിലും കാശുള്ളവരാണെങ്കിലും കാശില്ലാത്തവരാണെങ്കിലും അതൊക്കെ നമ്മുടെ പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും നമ്മുടെ ആത്മാവിനെ, നമ്മളെ തൃപ്തിപ്പെടുത്തത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ആത്മീയ കാര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ആരാണെങ്കിൽ പോലും നമ്മൾ തൃപ്തരായിട്ടിരിക്കണമെങ്കിൽ നാമം ജപിച്ചേ പറ്റൂ, ഭഗവാന്റെ സേവനം ചെയ്തേ പറ്റൂ. ക്രമേണ നമ്മൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും വാക്കിനെയും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പഠിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അന്നേരം ഇങ്ങനെയുള്ള ഭഗവാന്റെ ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തരിൽ നിന്നും ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ഇതൊരു കെട്ടുകഥയൊന്നുമല്ല. അല്ലെങ്കിൽ കുട്ടികൾ മായാവിയുടെ സ്റ്റോറീസോ അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ്റെ സ്റ്റോറീസോ ഒക്കെ വായിക്കുന്ന പോലെ നമ്മൾ അങ്ങനെയല്ല ഈ ഭാഗവതം പഠിക്കുന്നത്. ഇതൊരു കെട്ടുകഥയല്ല, റിയൽ സയൻസാണ്. ശരീരത്തിനും ശരീരത്തിൻ്റെ പ്രവൃത്തികൾക്കും മനസ്സിൻ്റെ ചിന്താമേഖലകൾക്കും അപ്പുറത്തായിട്ട് ആത്മാവിനെക്കുറിച്ചുള്ള വിജ്ഞാനം, സയൻസ്. അതാണ് സ്പിരിച്വൽ സയൻസാണ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത. ഇതിന് വേറെ എങ്ങും പഠിക്കാൻ പറ്റാത്ത, ഇതിനേറെ പറയുന്നു പല പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടാലും അതൊന്നും ആത്മാവിനെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുകൊണ്ട് നമുക്ക് അതിൽ നിന്നും തൃപ്തി വരത്തില്ല. ഭഗവാന്റെ കഥകൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അതിലൂടെ ഉള്ള ഉദ്ദേശം, അതിൻ്റെ പോയിന്റർ ആത്മീയ അനുഭൂതിയോ ആത്മീയ പുരോഗതിയോ അല്ല എങ്കിൽ ആ പ്രഭാഷണം കൊണ്ടും ഒരു ഉപയോഗമില്ല. ഞാൻ പല പ്രാവശ്യവും സത്സംഗത്തിൽ ഉദാഹരണം നൽകുന്ന പോലെ നമുക്കൊരു രോഗമുണ്ടെങ്കിൽ ആ രോഗം മാറണമെങ്കിൽ ആ മരുന്ന് അകത്തോട്ട് കയറണം. മരുന്ന് വായിലൂടെ കഴിച്ചത് അകത്ത് പ്രവേശിച്ചിട്ട് ക്രമേണ രോഗം മാറും. അല്ലാതെ ആ മരുന്നിൻ്റെ ബോട്ടിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് രോഗം മാറുക ഇല്ല, മാറത്തില്ല. അന്നേരം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു റിയൽ സയൻസാണ്. അതൊരിക്കലും അത് ആർട്ടിഫിഷ്യൽ അല്ല, റിയൽ സയൻസാണ്. റിയലായിട്ട് ഭാഗവതത്തെ ഡെപ്തിൽ പഠിക്കുന്ന വ്യക്തി, ഹൃദയാംഗതമായിട്ട് നാമം ജപിക്കുന്ന വ്യക്തി അവരെന്നും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. വലിയ ഭക്തരാണെന്ന് പറയുന്നു, ഇഫ് ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എപ്പോഴും ഒരു പ്രസന്ന മുഖമായിരിക്കും. പുറമേ ചിരിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ലൈവിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അതല്ല സാറ്റിസ്ഫാക്ഷൻ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രസന്നതയുള്ള വ്യക്തിക്ക് എപ്പോഴും പ്രസന്നവദനായിട്ടിരിക്കാൻ പറ്റും. മുഖത്ത് ആ ഒരു പ്രസന്നത കാണും. അതിൻ്റെ അർത്ഥം ഹീ ഈസ് സാറ്റിസ്ഫൈഡ്, ഷീ ഈസ് സാറ്റിസ്ഫൈഡ്. അവർക്കിനി നേടാനായിട്ട് ഇനി ഒന്നുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു ഹൃദയമാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾ നാമം ജപിച്ചിട്ടും കുറേ പാരായണം ചെയ്തിട്ടും നമുക്കൊന്ന് ചിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ തൃപ്തി വന്നിട്ടില്ല. ഇപ്പോഴും എന്തൊക്കെയോ നേടിയെടുക്കാനുണ്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പുറം ലോകത്തുള്ള വ്യക്തികൾ കേൾക്കുമ്പോൾ ദീസ് പീപ്പിൾ ഇവരെ ആംബിഷ്യസ് അല്ല, ഉയർന്ന ചിന്താഗതിയൊന്നും ഇല്ല ഇവർക്ക്,
ഇവരെപ്പോഴും എന്തു പറയുന്നത്, അവർക്ക് എന്തു പറയുന്നത്, ഭയങ്കര ഫെയിലിയറാണ് ജീവിതത്തിൽ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്തിൽ എത്ര കാശ് സമ്പാദിച്ച വ്യക്തികളെ മുഖം നിങ്ങൾ നോക്കി നോക്കൂ, അവരുടെ മുഖത്തൊരു ചിരി കാണത്തില്ല. ഇഷ്ടംപോലെ കോടാനുകൂടി കാശ് കാണും, പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ മാത്രം പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ ഫോട്ടോ ഇത്രയേ ഉള്ളൂ. അവരുടെ എപ്പോഴും ഒരു ഹാപ്പിനെസ് ഇല്ല അവരുടെ ജീവിതത്തിൽ. അന്നേരം അവർ സത്യം പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു സുഖമോ സന്തോഷമോ ഇല്ലാത്തതുകൊണ്ട് അവരെപ്പോഴും എൻ്റർടൈൻമെൻറ്റിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ചിരിയാണ്, അത് ചിരിക്കാനുള്ള ഒരു അവസരത്തിനാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് കുറേ കോമഡി പ്രോഗ്രാംസും ഒക്കെ വരുന്നത്. ഇനി കോമഡി ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം വലിയ ട്രാജഡിയാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. അവർ തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കണം എന്തൊക്കെ തമാശകൾ ഇന്ന് പറയണമെന്ന്. ഭക്തരുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും തമാശയാണ്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കോമഡി അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ അറിയാതെ ചിരി വരും. പക്ഷേ ഈ കോമഡി എൻ്റർടൈൻമെൻറ്റ് ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ, അവർ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ പോലും അവരുടെ ജീവിതത്തിൽ പോലും ചിരിയില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. അവർ കഷ്ടപ്പെട്ട് മെനക്കെട്ടിരുന്ന് ആലോചിക്കണം ഏത് കോമഡി വെച്ചാലാണ് മുന്നിലുള്ള വ്യക്തി ചിരിക്കുന്നതെന്ന്. അതിന് ഏറ്റവും ഈസി പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറ്റം പറയുക, മതപരമായിട്ട് കളിയാക്കുക, രാഷ്ട്രീയമായിട്ട് കളിയാക്കുക, അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള കാര്യങ്ങൾ പറയുക. ഏത് കോമഡി എടുത്താലും ഇതൊക്കെ തന്നെയായിരിക്കും കാര്യങ്ങൾ. ഇതല്ലാതെ അവർക്കൊരു വിഷയമില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, അവർ കഷ്ടപ്പെട്ടിരുന്ന് ആലോചിക്കണം, അയ്യോ ഈ കോമഡി പറഞ്ഞാൽ അവർ ചിരിക്കുമോ, ഇത്രയും ആൾക്കാർ വന്നിരുന്നിട്ട് ഞാൻ ഈ കോമഡി പറഞ്ഞിട്ട് അവർ ചിരിച്ചില്ലെങ്കിൽ ഭഗവാനെ എൻ്റെ കാര്യം പോക്കാണ്, നാണം കെട്ടു. എന്നാലോചിച്ചു നോക്കൂ, കോമഡി ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും മുള്ളിൻ്റെ മുനയിലാണ് അവരിയ്ക്കുന്നത്. അവർക്ക് എപ്പോഴും പേടിയാണ്. കാരണം അവരൊരു കോമഡി പറഞ്ഞിട്ട് മുന്നിലുള്ളവർ ചിരിച്ചില്ല എങ്കിൽ തീർന്നു, അവരുടെ കരിയർ അതോടുകൂടി തീർന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി രണ്ടുപേര് മത്സരിച്ച് സ്കിറ്റ് ചെയ്യുവാണെങ്കിൽ മുന്നിലുള്ള വ്യക്തി ഒരു എന്തോ പറയില്ല, ഒരു സാധനം പറയും, കൗണ്ടർ. അന്നേരം അവിടുന്ന് ഒരു കോമഡി ഇങ്ങോട്ട് ഇട്ടിട്ട് കറക്റ്റായിട്ട് തിരിച്ചൊരു കൗണ്ടർ ഇട്ടില്ല എങ്കിൽ ആളുടെ കരിയർ തീർന്നു, പിന്നെ ആരും തിരിഞ്ഞു നോക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ട് പേടിച്ച് ആരും കോമഡി കണ്ടിന്യൂ ചെയ്യാറില്ല. കോമഡിയിലൂടെ പെട്ടെന്ന് പൊങ്ങാനും പറ്റും, പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് വീഴാനും പറ്റും. അതുകൊണ്ട് കുറച്ചു കാലം കോമഡി ചെയ്യുമ്പോഴത്തേക്കും അയ്യോ മതി, നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷമൊക്കെ പോയി, ഇത് കോമഡിയിൽ അഭിനയിച്ച നമ്മുടെ ജീവിതം ദുരിതപൂർണമായി. അതുകൊണ്ട് എന്ത് ചെയ്യും, ബുദ്ധിപരമായിട്ട് പൊതുവെ നമ്മളെന്താ വിചാരിക്കുന്നത്, എല്ലാ സിനിമാ നടന്മാരും കോമഡി റോൾസിൽ നിന്ന് പുരോഗമിച്ച് സീരിയസ് റോൾസിലേക്ക്. അല്ലല്ല, കോമഡി റോളിൽ നിന്ന് സീരിയസ് റോളിലേക്ക് വരും. ഒരു മുന്നിലിരിക്കുന്ന വ്യക്തികളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എന്നിട്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? കാശുണ്ടാക്കാൻ വേണ്ടി. കാശുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാ? സ്വസ്ഥമായിട്ടിരുന്ന് ചിരിക്കാൻ വേണ്ടി. എന്നിട്ടും ചിരി നടക്കുന്നുണ്ടോ? ആർട്ടിഫിഷ്യലി ചിരിച്ച് അവരുടെ ജീവിതം കള്ളിലും സിഗരറ്റിലും കഞ്ചാവിലും ലൈംഗിക ബന്ധത്തിലും തീരുന്നു. അന്നേരം നമ്മളെ ചിരിപ്പിക്കുന്ന വ്യക്തികൾക്ക് പോലും സ്വസ്ഥമായിട്ട് ചിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അത് കണ്ടിട്ട് നമുക്ക് എങ്ങനെയാണ് സംതൃപ്തിയോടുകൂടി ചിരിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് മറ്റാർക്കും നമ്മളെ ചിരിപ്പിക്കാൻ കഴിയില്ല, മറ്റാർക്കും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. നമുക്ക് മാത്രമേ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയൂ. എന്തിനടിസ്ഥാനത്തിൽ? തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഒരുപാട് മെയിൻ്റെനൻസ് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അകറ്റി വയ്ക്കുക. സിമ്പിൾ, കീപ് തിങ്സ് സിമ്പിൾ. ഇപ്പോൾ പൊതുവെ എന്തു പറയുന്നത്,
സ്വാമിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പാക്ക് ചെയ്യാൻ അധികം ബുദ്ധിമുട്ടില്ല. ഒറ്റ നിമിഷം കൊണ്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് പക്ഷെ ഫാമിലി ലൈഫിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരിടത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം മുമ്പെങ്കിലും പറയേണ്ടി വരും. അന്നേരം നമ്മൾ അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ശരിയല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ചിന്തിക്കണം. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ, അതായത് നമ്മളൊരു സ്വാമിയെ പോലെ ജീവിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അന്നേരം നമ്മൾ ടു മച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ വലിയൊരു വീട് പണിയാന്നിരിക്കട്ടെ, ഒരു എന്തു പറയുന്നത്, ഒരു 2000-3000 സ്ക്വയർ ഫീറ്റിൽ വലിയൊരു വീടൊക്കെ പണിഞ്ഞിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അതിൻ്റെ കഷ്ടപ്പെടണമെങ്കിൽ പിന്നെ എന്തിനാണ്? വലിയ ലോൺ എടുക്കണം, പലിശ അടച്ചുകൊണ്ടിരിക്കണം, എന്നിട്ട് ഇത്രയും കോടാനുകോടി രൂപയുള്ള വീട് പണിഞ്ഞതിന് ശേഷം അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വർക്കേഴ്സ്, ജോലിക്കാർ, അതിൻ്റെ ബില്ല്, അത് വെറും മണ്ടത്തരമല്ലേ? എൻ്റെ അർത്ഥം വലിയ വീട് വേണ്ടാന്നോ വലിയ വണ്ടി വേണ്ടാന്നോ എന്നല്ല. നമ്മളെ കൊണ്ട് ഏതാണോ ഏറ്റവും ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അത്രയേ ഉള്ളൂ. ചില വ്യക്തികൾ പറയും വാടക വീട്ടിൽ താമസിക്കരുത്, ജീവിതകാലം മുഴുവൻ വാടക വീട്, ആ കാശ് വെച്ചൊരു ലോൺ എടുത്താൽ പറയുന്നത്. ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ എത്ര എമൗണ്ടാണ് ഡബിൾ അടയ്ക്കുന്നതെന്ന് അറിയാം. വർഷം തോറും ഒരു 10% വെച്ച് അടയ്ക്കുകയാണെങ്കിൽ തന്നെ എത്രയായി അല്ലേ? 10 വർഷം കൊണ്ട് ആ ഒരു ഡബിൾ തുക അടയ്ക്കുകയാണ്. അന്നേരം ലോൺ അടച്ചാലും ശരി, വാടക അടച്ചാലും ശരി. അന്നേരം നിങ്ങൾ പറയും 10 വർഷം കഴിയുമ്പോൾ വീട് സ്വന്തമാവത്തില്ലേ എന്ന് പറഞ്ഞാൽ, എന്ത് സ്വന്തം? എല്ലാം കണക്കാണ്. നമ്മളെ ഇവിടെ നിന്ന് കാലിയാക്കാൻ പോവുകയാണ്. എല്ലാവരും വാടക വീട്ടിലാണ്, ഈ ശരീരമേ വാടക വീട്ടിലാണ്. അതിൻ്റെ അർത്ഥം സ്വന്തമായിട്ടൊരു വീട് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് ടു മച്ച് ടെൻഷൻ അടിക്കരുത്. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. നടന്നാൽ ഓക്കെ. അതും ഒരു സമയപരിധി വയ്ക്കുക. ഡെയിലി എത്ര സമയം നമ്മൾ അധ്വാനിക്കണം, അതിനു വേണ്ടി സമയം കണ്ടെത്തുക. നമ്മുടെ തൊഴിൽപരമായിട്ടോ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനൊരു ഫിക്സ് ടൈം വയ്ക്കുക. ഒപ്പം ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം സ്പിരിച്വാലിറ്റിയെ ഒരിക്കലും ഒന്നിനു വേണ്ടിയും കോംപ്രമൈസ് ചെയ്യരുത്. അത് വലിയ മണ്ടത്തരം, മണ്ടത്തരമാണ്. കാരണം ജീവിതകാലം മുഴുവൻ നമ്മൾ എന്ത് ചെയ്താലും അതൃപ്തരായിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ പിന്നെ വാട്ട്സ് ദ യൂസ്? ഇതെല്ലാം എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി നമ്മൾ ചെയ്തു? അവസാനം നമ്മുടെ കയ്യിൽ കാശ് മാത്രമേ കാണൂ, ആൾക്കാരും കാണത്തില്ല, ബന്ധുക്കളും കാണത്തില്ല. ആർക്കു വേണ്ടി നമ്മൾ ജീവിച്ചു? ആരും നമ്മുടെ കൂട്ടത്തിൽ കാണത്തില്ല. ആരോഗ്യം നശിച്ചു, മനസ്സിൻ്റെ സമാധാനം കെട്ടു, ഹൃദയത്തിലാണെങ്കിൽ ഒരു തൃപ്തിയില്ല. വാട്ട്സ് ദ യൂസ്? അട്ടർ ഫെയിലിയർ. അക്കൗണ്ടിൽ കാശുണ്ട്, ശരീരത്തിന് ആരോഗ്യമില്ല, മനസ്സാണെങ്കിൽ ചഞ്ചലമായിട്ട് അടിച്ചടിച്ചിരിക്കുകയാണ്. ഒരു സമയത്ത് ഒരു 100 കാര്യങ്ങൾ ചിന്തിച്ച് ഒന്നിലെങ്കിലും പെർഫെക്റ്റ് ആയെന്ന് വെച്ചാൽ അതുമില്ല. ശരീരവും പോയി, മനസ്സിൻ്റെ സമനിലയും തെറ്റി, അവസാനം ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു തൃപ്തി ഉണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. എങ്ങനെ ഇരിക്കും? വളരെ ഡേഞ്ചറസ് ആണ് ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. സോ ഫോക്കസ് ഓൺ ദ റൂട്ട്. സ്പിരിച്വാലിറ്റി ഫോക്കസ് ചെയ്യുക, റൂട്ട് സ്ട്രോങ് ആക്കും. നമ്മൾ ആത്മാവിന് ട്രെയിനിങ് കൊടുക്കണം. നമ്മൾ ട്രെയിൻഡ് ആവണം തൃപ്തിയോടുകൂടി ഇരിക്കാൻ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിന് ഒരു ടെൻഷനും കാണത്തില്ല, മനസ്സ് സമാധാനമായിട്ടിരിക്കും. അങ്ങനെ ആത്മാവ് തൃപ്തനാണ്, മനസ്സ് സമാധാനമാണെങ്കിൽ ആ വ്യക്തി ഈ ലോകത്തിൽ എന്താണ് ചെയ്യാൻ പറ്റാത്തത്? നമ്മൾ റിയലിസ്റ്റിക് ആയിരിക്കണം. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് നമ്മുടെ ജീവിതത്തിൽ സെറ്റ് ചെയ്യരുത്. ഒരിക്കലും പ്രാവർത്തികമാകാൻ പറ്റാത്ത വലിയ അപ്പുറത്തെ വീട്ടുകാരുടെ ഇവരുടെ ഇതുണ്ട്, അവരുടെ കയ്യിൽ ഇതുണ്ട്, എല്ലാവരുടെ കയ്യിലും ഇതുണ്ട്, അതുകൊണ്ട് എൻ്റെ കയ്യിലും വേണം എന്നൊരു നിർബന്ധ ബുദ്ധി. അത് ഉണ്ടായാൽ മാത്രമേ എനിക്ക് ബഹുമാനവും ബഹുമതിയും ലഭിക്കൂ, അംഗീകാരം ലഭിക്കൂ. അങ്ങനെയുള്ള അംഗീകാരം നമുക്ക് വേണ്ട. അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം കിട്ടത്തില്ല. എൻ്റെ ഒരു കൊച്ചച്ഛനുണ്ട്, ആള് കുറച്ച് പെശക്കാണ്. ഒരാളെപ്പോഴും എന്താ പറയുന്നത്, അപ്പൂപ്പനെ കാണുമ്പോഴും അമ്മൂമ്മയെ കാണുമ്പോഴൊന്നും ബഹുമാനമില്ല, മൂത്തവരെ കാണുമ്പോഴൊന്നും ബഹുമാനമില്ല. അപ്പോൾ എന്തുകൂടെ ഒന്നും സംസാരിക്കാത്ത എന്താ? നിൻ്റെ അച്ഛനും അമ്മയൊക്കെ അല്ലേ, ജ്യേഷ്ഠന്മാരല്ലേ? എനിക്ക് ആരുടെ റെസ്പെക്റ്റ് വേണ്ട, ഞാൻ ആർക്കും റെസ്പെക്റ്റ് കൊടുക്കത്തില്ല. അന്നേരം അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് റിയലിസ്റ്റിക് ആയിരിക്കണം. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ
ഇതായിരിക്കണം അതായിരിക്കണം. അവർ നമ്മൾ ഈ ഒരു സാധനങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ ഇതുണ്ട്, എനിക്കും അത് വേണം, എൻ്റെ ഡ്രസ്സ് ഇങ്ങനെയായിരിക്കണം, എൻ്റെ ലുക്സ് ഇങ്ങനെയായിരിക്കണം. നമുക്ക് ഭഗവാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നല്ല ഡ്രസ്സ് വാങ്ങിക്കാനുള്ള കാശ് ഭഗവാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ മേടിച്ചോളൂ, അതിൽ തെറ്റൊന്നുമില്ല. അല്ല മറ്റുള്ളവർ 10,000 20,000 ഡ്രസ്സ് മേടിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലും അത് ഉണ്ടായാലേ പറ്റൂ. അത് ഫുളിഷ്നെസ്സാണ്, മണ്ടത്തരമാണ്. ഡ്രസ്സിൻ്റെ ഗോൾ എന്താണ്, ലക്ഷ്യം എന്താണ്? ശരീരം മറയ്ക്കുക, അത്രയേ ഉള്ളൂ. ഈ ഡ്രസ്സ് എത്ര ഭംഗിയുണ്ടെങ്കിലും നമ്മുടെ ശരീരം എങ്ങനെ ഇരിക്കുന്നു അത് ഇമ്പോർട്ടൻ്റ് അല്ലേ? ആരോഗ്യമുള്ള ശരീരമല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്. വസ്ത്രം നല്ല മിനുങ്ങുന്ന വസ്ത്രം, ശരീരം പോളിഷായിട്ടിരിക്കുകയാണ്. പാളിഷായിട്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. അന്നേരം വസ്ത്രം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ശരീരത്തിൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അന്നേരം ശരീരത്തെ മറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു വസ്തു, അതാണ് വസ്ത്രം. അന്നേരം വസ്ത്രത്തെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ശരീരത്തിൻ്റെ ആരോഗ്യമാണ്. അതേപോലെ ശരീരത്തെക്കാട്ടി ഇമ്പോർട്ടൻ്റ് മനസ്സിൻ്റെ സമാധാനമാണ്. മനസ്സിൻ്റെ സമാധാനത്തിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആത്മാവിൻ്റെ സംതൃപ്തിയാണ്. ആത്മാവ് സംതൃപ്തമായിട്ടിരിക്കുകയാണോ അടിപൊളി, മനസ്സ് സമാധാനമായിട്ടിരിക്കും. മനസ്സ് സമാധാനമായിട്ടിരുന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് അധികം പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ വസ്ത്രം ഡസ് നോട്ട് മാറ്റർ. അതിൻ്റെ അടുത്ത് വസ്ത്രം ഇടേണ്ടതല്ല. വസ്ത്രം തിളക്കമുള്ളതാണോ തിളക്കമല്ലാത്തതാണോ, ഒരേ നിറമാണോ, അതുകൊണ്ട് എന്ത് പ്രശ്നമാണ് വരുന്നത്? ആൾക്കാർ വസ്ത്രത്തെ മാത്രമല്ല നോക്കുന്നത്, അതിനകത്ത് ആ വസ്ത്രത്തിനകത്തിരിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. നമ്മുടെ സംസാരം, നമ്മുടെ ചിന്താഗതി, നിത്യം ഒരേ വസ്ത്രം ഇട്ടാലും ആ വ്യക്തിയുടെ സംസാരം, അതാണ് ആൾക്കാർ നോക്കുന്നത്. പ്രവൃത്തി, ഹൃദയം, അതൊക്കെയല്ലേ ഇമ്പോർട്ടൻ്റ്. അതാണ് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലൂടെ പഠിക്കുന്നത്. അന്നേരം ഈ പുറമേ ഉള്ള ആർട്ടിഫിഷ്യാലിറ്റിയിൽ നിന്നും ഇതിനകത്തിരിക്കുന്ന നമ്മുടെ യഥാർത്ഥ നമ്മളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ കൂടുതൽ ശക്തമാക്കുക. ശരീരം ഫിറ്റാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിത്യം ഒരു ക്രമമായിട്ടുള്ള ഭക്ഷണ രീതി. തോന്നുമ്പോൾ വലിച്ചു വാരി എന്തെങ്കിലുമൊക്കെ തിന്നു കഴിഞ്ഞാൽ ശരീരം ആരോഗ്യപരമായിട്ടിരിക്കത്തില്ല. ഫിറ്റായിട്ടുള്ളൊരു ശരീരം, മനസ്സ് അനാവശ്യ ചിന്തകളിലൂടെ പോകാതെ നമ്മൾ നോക്കണം. അതേപോലെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്താൻ ആത്മീയ കാര്യങ്ങൾ ചെയ്യണം. അതിനുവേണ്ടി ഏറ്റവും ഉത്തമ മാർഗം ഭഗവാനെക്കുറിച്ച് ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക. അതേപോലെ ശ്രേഷ്ഠമായിട്ട് ഈ ലോകത്തിൽ വേറൊന്നുമില്ല. അതാണ് നമ്മൾ എന്നും ശ്രീമദ് ഭാഗവതത്തിലൂടെ പഠിക്കുന്നത്. അതാണ് എല്ലാ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്സംഗം കേൾക്കുന്നതും നാമം ജപിക്കുന്നതും ഇത് ഭക്തർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഇന്ന് നമ്മൾ ഒന്നും കൂടെ എന്തുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നു എന്ന് നമ്മളെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിത്യവും ശ്രദ്ധയോടുകൂടിയുള്ള നാമജപം, ശ്രദ്ധ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധയോടുകൂടി നമ്മൾ ജപിക്കുന്നില്ല, ശ്രദ്ധയോടുകൂടി സത്സംഗം കേൾക്കുന്നില്ല, സത്സംഗത്തിൻ്റെ നോട്ട്സ് എഴുതുന്നില്ല എങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ശ്രദ്ധ വരത്തില്ല. കോൺഷ്യസ്നെസ്, അതാണ് ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധയുണ്ടോ, അതിൻ്റെ അർത്ഥം ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചാണോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ശ്രദ്ധ, കോൺഷ്യസ്നെസ്, ബോധം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ സത്സംഗം കേൾക്കുമ്പോൾ ബോധപൂർവം കേൾക്കുക, ജപിക്കുമ്പോൾ ബോധപൂർവം ജപിക്കുക. ഭഗവാന്റെ സേവനം ചെയ്യുമ്പോൾ കോൺഷ്യസ്ലി ചെയ്ത് ഭഗവാനാണെന്ന് പറഞ്ഞ് ചെയ്യുക. ഒരു ലേഡി സിംഗിൾ പാരൻ്റ് ആയിരിക്കെ തൻ്റെ കുടുംബത്തെ സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെയെല്ലാം പ്രയത്നിക്കണം? നല്ലൊരു ക്വസ്റ്റ്യനാണ് മാതാജി ചോദിച്ചത്. ഒന്ന്, നമ്മൾ സ്പിരിച്വലി സ്ട്രോങ് ആയിരിക്കണം. സ്പിരിച്വലി സ്ട്രോങ് ആവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സുകൊണ്ട് എന്ത് ചിന്തിക്കുന്നു, അതെല്ലാം ഒരു ഫാക്ടറാണ്. അതൊക്കെ നമ്മുടെ സ്പിരിച്വാലിറ്റിയെ എഫക്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഫസ്റ്റ് ഓഫ് ഓൾ വെജിറ്റേറിയൻ ആയിരിക്കണം. അത് ഭഗവാന് നിവേദിച്ചിട്ടുള്ള ഭക്ഷണമാണെങ്കിൽ ഏറ്റവും ഉത്തമം. അതായത് എത്രത്തോളം സ്പിരിച്വൽ എനർജിയെ ആത്മാവിന് കൊടുക്കാൻ പറ്റുന്നു അത്രത്തോളം നല്ലതാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിന് ആരോഗ്യം എങ്ങനെയാണ് വരുന്നത്? എനർജറ്റിക് ഫുഡ്, ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുമ്പോൾ ശരീരത്തിന് ആരോഗ്യം വരും.
മനസ്സിന് സമാധാനം എപ്പോഴാണ് കിട്ടുന്ന? മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ഥലത്തിൽ ഇരിക്കുമ്പോൾ സമാധാനമായിട്ടിരിക്കും. അതേപോലെ അന്നേരം അതിലൂടെ ഒരു എനർജി മൈൻഡിന് കിട്ടുകയാണ്. അതേപോലെ ആത്മാവിന് ആത്മീയ കാര്യങ്ങളുടെ ഊർജം എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ആത്മാവ് എനർജറ്റിക് ആയിരിക്കും. അന്നേരം ശ്രദ്ധയോടുകൂടിയുള്ള നാമജപം, അഗെയിൻ പ്രസാദം മാത്രം കഴിക്കാൻ ശ്രമിക്കുക, ഭഗവാനെ നിവേദിക്കാതെ ഒന്നും കഴിക്കാതിരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി കുട്ടികളുടെ കാര്യത്തിൽ, കുട്ടിക്കാലത്ത് അവർ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ പല ഭക്തരും പറയാറുണ്ട് കുട്ടിക്കാലത്ത് നല്ല ജപമായിരുന്നു, നല്ല അമ്പലത്തിലൊക്കെ വരുവാൻ ഇപ്പം താല്പര്യമില്ല. പുറമേ കുട്ടികൾ ചെയ്തു, പക്ഷെ അത് ആത്മാവിലേക്ക് പ്രവേശിച്ചിട്ടില്ല, റൂട്ട് ലെവലിലേക്ക് പോയിട്ടില്ല. അന്നേരം അതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. റൂട്ട് ലെവലിലേക്ക്, ആത്മാവിലേക്ക് അത് സ്പർശിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും പോകത്തില്ല. അന്നേരം നമ്മൾ കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കണം. ശരീരം കൊണ്ട് അവർ ചെയ്താൽ മാത്രം പോരാ, കുറച്ച് ഡിസ്കഷൻ വേണം കുട്ടികളോട്. കുട്ടികളോട് സംസാരിക്കണം. തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ കാണാപ്പാഠം പഠിപ്പിച്ച് കുറേ ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്നതിലല്ല അർത്ഥം. കുട്ടികൾ ചിന്തിക്കണം. കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമല്ല, കുട്ടികളെ ചോദ്യങ്ങൾ ചോദിപ്പിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കണം. ഓരോ മാല ജപിച്ചു കഴിയുമ്പോൾ മൊബൈലിൽ എഴുതണം എന്ന് ചിന്ത വരുമ്പോൾ ശ്രദ്ധ പോകുന്ന ഗുരുജി, അത് ജപമായിട്ട് ബന്ധപ്പെട്ടതല്ലേ മാതാജി? അത് നല്ലതാണ്. അപ്പം ജപിച്ചതിന് ശേഷം നമ്മൾ അതിലിടുമ്പോൾ അത് ജപത്തെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അതുമായിട്ട് ബന്ധപ്പെടാത്തതായിരുന്നു എങ്കിൽ അത് കുഴപ്പമില്ല, അത് തെറ്റായിരിക്കും. പക്ഷെ ഇത് ജപമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, അത് നല്ലതാണ്. കാരണം കൃത്യമായിട്ടുള്ളൊരു ജപം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ ജപിക്കുമ്പോൾ നന്നായി ജപിക്കുന്നു നമുക്ക് തോന്നുന്നു, പക്ഷേ മനസ്സ് എപ്പോഴെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത്, കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കണം. മോനെ ഈ വിളക്ക് എന്തിനാണ് കത്തിക്കുന്നതെന്ന് അറിയാമോ? കൃഷ്ണനെക്കുറിച്ച് മോൻ എന്തൊക്കെ അറിയാം? രാധാറാണി ആരാണെന്ന് അറിയാമോ? എന്തിനാണ് നമ്മൾ ജപിക്കുന്നതെന്ന് അറിയാമോ? ഇന്ന് ഗുരുജി സത്സംഗത്തിൽ എന്താണ് പറഞ്ഞത് മോന് മനസ്സിലായോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താ, കുട്ടികൾ ചിന്തിക്കും. ഉത്തരം പറയണമെങ്കിൽ ചിന്തിക്കണ്ടേ? അങ്ങനെ റൂട്ട് ലെവലിൽ ഭക്തി നമ്മൾ നിറയ്ക്കണം. അതിനുള്ള ശ്രമം നടത്തണം. അതിന് കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം, സാത്വിക ഭക്ഷണം കൂടുതൽ കൊടുക്കുക. അധികം എരിവും പുളിവും കുഴപ്പമില്ല, അത് കുട്ടികൾക്ക് സ്പൈസ് കുറച്ച് ഇഷ്ടമായിരിക്കും. പക്ഷെ എന്നാലും അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരാതിരിക്കുക. കുട്ടികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക, പക്ഷേ പ്രസാദമാണെങ്കിൽ കുഴപ്പമില്ല. അന്നേരം നമ്മളത് കൊടുക്കാതെ ഇരുന്നാലും കുട്ടികൾക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം വർദ്ധിക്കും. അതുകൊണ്ട് വളരെ ബുദ്ധിപരമായിട്ട് കുട്ടികളുടെ ഉള്ളിൽ ആഗ്രഹം, നമ്മുടെ കുട്ടികളെ നമുക്കല്ലേ അറിയത്തുള്ളൂ. അന്നേരം കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി കുട്ടികൾ ആഗ്രഹിക്കുന്ന ആ ഭക്ഷണമൊക്കെ നമ്മൾ വീട്ടിൽ ഭഗവാനെ നിവേദിച്ചിട്ട്, തീർച്ചയായിട്ടും മത്സ്യമാംസാദികളല്ല, വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡ് ഭഗവാനെ നിവേദിച്ചിട്ട് വളരെ ടേസ്റ്റി ഡെലീഷ്യസ് ആയിട്ട് ആ ഫുഡ് ഉണ്ടാക്കി കുട്ടികൾക്ക് കഴിപ്പിക്കുക. അന്നേരം എന്ത് പറ്റും? കുട്ടികൾക്ക് പുറത്തു പോയി കഴിക്കാനുള്ള താല്പര്യം വരത്തില്ല, നോൺ വെജ് കഴിക്കാൻ തോന്നത്തില്ല. മോസ്റ്റ്ലി നോൺ വെജ് കഴിക്കാനുള്ള താല്പര്യം കുട്ടികളിൽ എന്തുകൊണ്ട് വരുന്നു? രുചിക്ക് വേണ്ടിയാണ്. രുചിയാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അന്നേരം ആ രുചി നമുക്ക് വീട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും, അതും ഭഗവാനെ നിവേദിച്ച ഭക്ഷണം കൊടുത്താൽ ഏറ്റവും ഉത്തമം. അന്നേരം ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുട്ടികളോടുമായിട്ട് ഇങ്ങനെ ഡിസ്കഷൻ വേണം, സ്പിരിച്വൽ ഡിസ്കഷൻസ്. ലളിതമായിട്ടുള്ള ജീവിതം, ഉയർന്ന ചിന്താഗതി, എപ്പോഴും അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് അന്നേരം ഒന്നെന്ന് പറഞ്ഞാൽ, ഞാൻ സത്സംഗത്തിൽ പല പ്രാവശ്യം പറയുന്ന പോലെ, നമ്മുടെ ബോധത്തിനനുസരിച്ച് ആഗ്രഹം, ആഗ്രഹത്തിനനുസരിച്ച് ചിന്തയ്ക്കനുസരിച്ച് സംസാരത്തിനനുസരിച്ച് പ്രവൃത്തി, അല്ലേ? ഇത് തിരിച്ചും ചെയ്യാൻ പറ്റും. കുട്ടികളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക ആത്മീയ കാര്യങ്ങൾ, കുട്ടികളെ കൊണ്ട് ആത്മീയ കാര്യങ്ങൾ സംസാരിപ്പിക്കുക. പ്രവൃത്തിയും സംസാരവും ആത്മീയമാകുമ്പോൾ ചിന്തിക്കാൻ അവർ നിർബന്ധിതരാകും. അന്നേരം പ്രവൃത്തി, സംസാരം, ചിന്ത, ഇതിനനുസരിച്ച് ആഗ്രഹങ്ങൾ, ബോധം, അതാണ് കൃഷ്ണ കോൺഷ്യസ്നസ്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സത്സംഗം കേട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു. അന്നേരം അതിനനുസരിച്ച് ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു. അന്നേരം നിങ്ങളുടെ സംസാരം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാകുന്നു, നിങ്ങളുടെ ചിന്തകൾ അങ്ങനെയാകുന്നു, അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ മാറുന്നു. അന്നേരം നിങ്ങളുടെ ബോധം ആത്മീയമായി മാറുന്നു. ഒരു സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് പ്രോസസ്സാണിത്. ഈ ലോകത്ത് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല. ഇപ്പോൾ പുതിയൊരു കൂൾ ഡ്രിങ്ക്സ് വന്നു എന്നിരിക്കട്ടെ, സ്പ്രൈറ്റ്
ഉദാഹരണത്തിന്. എന്നിട്ട് സ്പ്രൈറ്റിനെ കുറിച്ച് അഡ്വർടൈസ്മെൻറ്റ് കണ്ട് സ്പ്രൈറ്റ്. പിന്നെ നമുക്ക് ദാഹം വരുമ്പോൾ സ്പ്രൈറ്റ് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. കേട്ട് കണ്ട് പിന്നെ ദാഹിക്കുമ്പോൾ സ്പ്രൈറ്റ് വേണം എന്നാകുന്നു. അന്നേരം കാണുന്നു, സംസാരിക്കുന്നു, അഡ്വർടൈസ്മെൻറ്റിലൂടെ കേൾക്കുന്നു, അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാതെ ആ ഒരു വിഷയമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആകും. അതേപോലെയാണ് ഭക്തി. ഭഗവാനെക്കുറിച്ച് കൂടുതൽ കേൾക്കും തോറും, സംസാരിക്കും തോറും, ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യും തോറും, ഭഗവാന്റെ നാമം ജപിക്കും തോറും, ഭഗവാനെക്കുറിച്ച് വായിക്കും തോറും നമ്മൾ ഭഗവാനുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. അന്നേരം അങ്ങനെ സിസ്റ്റമാറ്റിക് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക കുട്ടിക്കാലം മുതൽ. ഓക്കെ, അതാണ് നമ്മൾ വേണ്ടത്. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ സത്സംഗത്തിലുള്ള ഭക്തരോട് എല്ലാവരോടും പറഞ്ഞു, കുട്ടികൾക്ക് വേണ്ടി ഒരു ഗുരുകുലം ജില്ലാ തലത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾ ഭക്തർ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത്. അന്നേരം നിങ്ങൾ ഭക്തരെല്ലാവരും, നമ്മുടെ 14 വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട് ജില്ലകൾക്കായിട്ട്. അന്നേരം ഓരോ ജില്ലകളിലുള്ള ഭക്തർ, കോർഡിനേറ്റേഴ്സ് എല്ലാവരും ഒത്തുകൂടി എല്ലാ ഞായറാഴ്ചകളിലും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഗുരുകുലം സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സോ ഐ എക്സ്പെക്റ്റ് യുവർ മാക്സിമം കോപ്പറേഷൻ ആൻഡ് സപ്പോർട്ട്. അതിലൂടെ നമുക്ക് ജില്ലാ തലങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ഗെറ്റ് ടുഗദർ, അന്നേരം അവരുടെ പ്രായത്തിലുള്ള എല്ലാവരും ഒത്തുകൂടുമ്പോൾ അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആകും. അന്നേരം അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ പുറത്തുനിന്നുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് അതിന് നിങ്ങൾ ഭക്തരെല്ലാവരുമാണ് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത്. കാരണം ഇതിനു മുമ്പേ നമ്മൾ ഗുരുവായൂർ ഗുരുകുലം അങ്ങനെ പലതും സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഓൺലൈനോടുള്ള താല്പര്യം കുട്ടികൾക്ക് കുറഞ്ഞിരിക്കുകയാണ്. അന്നേരം ഓൺലൈൻ രീതിയിൽ ഒരു ഗുരുകുലം അത്ര എഫക്റ്റീവ് ആകത്തില്ലെന്ന് തോന്നുന്നു. ഒരു ഫിസിക്കലി ഒരു ഗെറ്റ് ടുഗദർ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് പ്ലീസ് ഹെൽപ്പ് മീ ടു ഹെൽപ്പ് യു. അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ള കുട്ടികളെ എല്ലാവരെയും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ വളരെ നല്ലതാണ്. എന്നിട്ട് നിങ്ങൾ ജില്ലാ തലത്തിൽ ഒരു യാത്ര ഗുരുവായൂരിലേക്ക് കൊണ്ടുവരും എല്ലാ കുട്ടികളെയും കൊണ്ട്. എന്നിട്ട് ഗുരുവായൂരപ്പനെ കണ്ട് ഒരു ഡിസ്കഷൻ നമ്മുടെ ആശ്രമത്തിൽ വന്ന് കീർത്തനമൊക്കെ ചെയ്യാം. അങ്ങനെ നിങ്ങൾ തന്നെ ശ്രമിക്കും. അത് നിങ്ങൾ ഭക്തരെല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറ്റും. അതുകൊണ്ട് നമ്മുടെ 14 ജില്ലകളിലും എവിടെയൊക്കെ നിങ്ങൾക്ക് ഭക്തരെല്ലാവരും, നമ്മുടെ ഗ്രൂപ്പിലുള്ള ഭക്തരെല്ലാവരും ഒത്തുകൂടി എല്ലാ ഞായറാഴ്ചകളിലും കുട്ടികൾക്കായിട്ട് ഒരു ഗെറ്റ് ടുഗദർ വളരെ അത്യാവശ്യമാണ്. അന്നേരം എല്ലാ ഞായറാഴ്ചകളിലും കീർത്തനം ചെയ്യൂ, പ്രസാദം കൊടുക്കും. അത് മതി. നാമജപം, പ്രസാദം, അത് മതി. അത് വളരെ ഈസി പ്രോസസ്സാണ്. 2 വാക്ക് ഭഗവാന്റെ നാമജപത്തെക്കുറിച്ച് പറയുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനും വരാം ഗുരുകുലത്തിലൊക്കെ, കുട്ടികളായിട്ട് ചർച്ച ചെയ്യാം. എന്നിട്ട് വർഷത്തിലൊരിക്കൽ ഈ കുട്ടികളെ എല്ലാവരും കൂടെ ഒത്തുകൂടി നമുക്കൊരു യാത്ര വൃന്ദാവനത്തിലേക്ക് ചെയ്യാം. നല്ല രസമായിരിക്കും അല്ലേ? കുട്ടികളും പാരൻസുമായിട്ടൊക്കെ അങ്ങനെ അവരെ മെല്ലെ മെല്ലെ ട്രെയിൻ ചെയ്യും. ഇത് ചെയ്യരുത് അത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവരെ ഇൻസ്പയർ ചെയ്യും ത്രൂ അവർ ബിഹേവിയർ. നമ്മുടെ ആചരണം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സംസാരം കൊണ്ടും അവർക്കൊരു ഇൻസ്പിറേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അഡ്വൈസ് അല്ല അവർക്ക് വേണ്ടത്. ഇൻസ്പിറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അവർ ശരിയായിട്ടുള്ള തീരുമാനം എടുക്കും കേട്ടോ. അതുകൊണ്ട് എന്തായാലും അതിനുവേണ്ടി നിങ്ങൾ ഭക്തരെല്ലാവരും ശ്രമിക്കൂ. നമ്മുടെ ഫുൾ സപ്പോർട്ട്, ഗോലോകൻ ട്രസ്റ്റിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് അതിന് വേണ്ടിയുണ്ട് കേട്ടോ. സോ ഞാൻ ആഗ്രഹിക്കുന്ന എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ അടുത്ത സൺഡേ മുതൽ തന്നെ നിങ്ങൾ ആ ഒരു പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യൂ. ഞാൻ പറയുന്നത് നമ്മുടെ സത്സംഗം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഇത് പറ്റും, എല്ലാവർക്കും പറ്റും. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രീച്ചിങ് എക്സ്പീരിയൻസുമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പറയും, നമ്മുടെ ഭക്തരൊന്നും അടുത്തില്ല. നിങ്ങളുടെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യൂ. അടുത്തുള്ള കുട്ടികളൊക്കെ വിളിച്ചിട്ട് പറയും, നമുക്ക് എല്ലാ ഞായറാഴ്ചയും കുട്ടികൾക്കൊരു കീർത്തനവും ഇതൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ വിളിക്കും. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യും, ഒരു പ്രസാദം, നേരത്തെ പായസം, വളരെ സിമ്പിളായിട്ടുള്ളൊരു പായസമോ മധുരമോ എന്തെങ്കിലും റെഡിയാക്കും. എന്നിട്ട് മക്കളെ ഇരിക്കൂ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാമ. ഇങ്ങനെ ഒരു 108 പ്രാവശ്യം ജപിച്ചാൽ മതി. കീർത്തനം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. എവ്രി സൺഡേ കുട്ടികൾ വന്ന് 108 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നു, പ്രസാദം കഴിക്കും. മോനെ ഇനി പൊയ്ക്കോ, ഇനി പോയി കളിച്ചോ കേട്ടോ, ഇനി വീട്ടിൽ പഠിക്കണമെന്നില്ല, കുറച്ചു നേരം കളിച്ചോളൂ. അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ത് പറ്റും? ഓൾറെഡി ജപിച്ചു, പ്രസാദം കഴിച്ചു. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. എവ്രി സൺഡേ അങ്ങനെ അങ്ങനെ പോകുമ്പോൾ എന്താവും അറിയാം നിങ്ങൾക്ക്? ഭയങ്കര അത്ഭുതം നടക്കും. ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് കുട്ടികളുടെ ഉള്ളിൽ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. അവർക്ക് ഭഗവാനോടുള്ള താല്പര്യം വർദ്ധിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫെസ്റ്റിവൽസ് വരുമ്പോൾ, രാധാഷ്ടമി വരുമ്പോൾ ഒരു കോമ്പറ്റീഷൻ നടത്തൂ, രാധാകൃഷ്ണൻ്റെ പെയിൻറ്റിങ് വരയ്ക്കൂ.
വളരെ സിമ്പിളാണ്. വലിയ വലിയ എന്തോ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വാമിജി അടുത്ത് ഗീതാ ക്ലാസ് ഒന്നുമില്ല, ഇവിടെ ഗീതാ ക്ലാസ് എടുക്കാൻ ആരുമില്ല. എന്തിനെടുക്കണം? സ്വാമിജിമാർ വന്നിട്ട് കുറേ കടിച്ചാൽ പൊട്ടാത്ത കുറേ ശ്ലോകങ്ങളും പറഞ്ഞിട്ട് കുട്ടികൾ ധൃതരാഷ്ട്രവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ഇത് വെച്ചിട്ട് എന്ത്? ഈ ധർമ്മക്ഷേത്രം എന്താണെന്ന് കുട്ടിയെ എങ്ങനെ അറിയാം? അവർ സന്തോഷിക്കട്ടെ, നന്നായി നാമം ജപിക്കട്ടെ, നന്നായി പ്രസാദം കഴിക്കട്ടെ, അത് മതി. അവർ ഭക്തരാവും. ഇത് രണ്ടും മതി, നാമജപവും പ്രസാദവും. ഇത് മാത്രം മതി കുട്ടികളെ ഭക്തരാക്കാൻ, നല്ലൊരു മാർഗത്തിലേക്ക് കൊണ്ടുപോകും. ഏറ്റവും ഈസിയസ്റ്റ് മാർഗമാണ്. നമ്മളെങ്ങനെ ഭക്തരായത്? നമ്മളെല്ലാവരും നാമജപത്തിലൂടെയും പ്രസാദത്തിലൂടെയാണ് ഭക്തരായത്. ഏറ്റവും ഈസിയസ്റ്റ് ആൻഡ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മാർഗമാണ്. ഇടയ്ക്കിടയ്ക്ക് യാത്രയിൽ കൊണ്ടുപോകാം. അന്നേരം നമ്മുടെ ജില്ലാ തലത്തിൽ ശ്രമിക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാ ഭക്തരും, എല്ലാ അമ്മമാരും, നമ്മൾ ഈ സത്സംഗം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സ്റ്റാർട്ട് ചെയ്യും. മേക്ക് എവറി ഹോം എ ഗുരുകുലം. എല്ലാ വീടുകളും ഗുരുകുലമാവട്ടെ. നല്ലതല്ലേ? എന്തിന് നമ്മളിങ്ങനെ അമ്പലത്തിലൊക്കെ പറയുന്നു ഗീതാ ക്ലാസ്, എന്ത് പ്രയോജനമാണ്? അവിടെ സ്വാമിജി കുറേ കടിച്ചാൽ പൊട്ടാത്ത കുറേ കാര്യങ്ങൾ പറയും, കുട്ടികളിരുന്ന് കുറച്ച് നേരം ഉറങ്ങും. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളിൽ പോകും. എൻ്റർടൈൻമെൻ്റ് ആവട്ടെ, സ്പിരിച്വൽ എൻ്റർടൈൻമെൻറ്റ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാ വീടുകളിലും സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം പ്രീച്ചിങ് എക്സ്പീരിയൻസ്, സത്സംഗം നിന്ന് കേട്ട കാര്യങ്ങൾ നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? അതിനെ പുഴുകി തിന്നാൻ വേണ്ടി. അങ്ങനെ കുട്ടികളുടെ മുമ്പിൽ ഇന്നത്തെ ഈ ടോപ്പിക്ക് പറഞ്ഞു കൊടുക്കുക. മോനെ, കൃഷ്ണൻ ആരാണെന്ന് അറിയാമോ? കൃഷ്ണൻ ഭഗവാനാണ്. ആരാണ് കൃഷ്ണൻ? ഭഗവാൻ. ഭഗവാൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? അന്നേരത്തേക്കുള്ള എന്താണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗം കൂടുതലുള്ള വ്യക്തി, ധനവാൻ, ഭാഗ്യവാൻ, വിദ്യാവാൻ, 6 ഐശ്വര്യങ്ങൾ, ഷഡൈശ്വര്യങ്ങൾ, KRISHMA. സെറ്റായില്ലേ? കുട്ടിക്കാലത്തെ കുട്ടികൾക്ക് ഇത് പഠിപ്പിക്കുക. ഇറ്റ്സ് സോ ഈസി. കുട്ടികളെ പ്രീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്, ഏറ്റവും ഈസിയാണ്. നമ്മൾ അത് ടഫായിട്ട് ചിന്തിക്കുന്നു. ഏറ്റവും നല്ല സർവീസാണ്. കുട്ടികൾ നിഷ്കളങ്കരാണ്. അവർ ഭക്തരായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അടിപൊളിയായി. ആ കൂട്ടത്തിൽ ഒരു കുട്ടി ഒരു ആചാര്യനായ മതി, നിങ്ങളുടെ ഗോലോകത്തേക്കുള്ള വിസ ഉറപ്പായി. ആ കൂട്ടത്തിൽ ഒരു കുട്ടി പരിശുദ്ധ ഭക്തനായ മതി. അതിൽ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഭക്ത പ്രഹ്ലാദനെ പോലെ ആയിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് പോലും ഗോലോകത്തിൽ നിന്ന് പോകാൻ നിങ്ങളെ തടയാൻ കഴിയില്ല. നിങ്ങൾ ഉറപ്പായിട്ട് പോയിരിക്കുമല്ല. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇപ്പം ഞാനെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ജപിക്കുന്നുണ്ട്, സത്സംഗവും ഇത് കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, സേവനങ്ങളും ചെയ്യുന്നു. പക്ഷെ ഞാനെന്താ ചെയ്യുന്നത്? പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഉറപ്പായിട്ടും ഗോലോകത്ത് പോകുന്ന ഉറപ്പാണ്, 100% ആണ്. അന്നേരം നിങ്ങളുടെ പേരിൽ എനിക്കും വിസ റെഡിയാവും. എങ്ങനെയുണ്ട് ബുദ്ധി? അടിപൊളിയല്ലേ? അന്നേരം പിന്നെ കുട്ടികൾക്ക് അമ്മയും കുട്ടിയായിട്ടുള്ള ഒരു ബന്ധം, ഒരു വാത്സല്യ ബന്ധം, അത് സൂപ്പറാണ്. അന്നേരം ആ വാത്സല്യത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും നമ്മൾ കുട്ടികളെ കെയർ ചെയ്താൽ മതി. നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ കെയർ ചെയ്യുന്നത് അതേപോലെ കുട്ടികളെ പ്രീച്ച് ചെയ്യുക. അടിപൊളിയായിരിക്കും. അവരിൽ കൃഷ്ണഭക്തിയുടെ ആ ഒരു ബീജം നൽകുക. അവർക്ക് ഭക്തിയുടെ ആ ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള അറിവുകൾ അവർക്ക് നൽകുക. അതിൽ പരം ശ്രേഷ്ഠമായിട്ട് ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല. ഓക്കെ, സോ മേക്ക് എവറി ഹോം എ ഗുരുകുലം. അതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങളെല്ലാവരും, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളുടെ അയൽപക്കത്തുള്ള കുട്ടികളെ എല്ലാവരും ഒരുമിച്ച് വിളിക്കും. ഒരു 4 കുട്ടികൾ, ഒരു കുട്ടിയാലും മതി, 2 കുട്ടികളായാലും മതി. എല്ലാ ഞായറാഴ്ചകളിലും വിളിക്കും, ഒരു അരമണിക്കൂർ. പരീക്ഷ ഉള്ള സമയത്ത് ലീവ് എടുക്കും, വീണ്ടും തുടങ്ങും. എന്നിട്ട് അവരെ ഡാൻസ്, കീർത്തൻ, അവർക്കുള്ള കലകളെയൊക്കെ കൃഷ്ണനുമായിട്ട് കണക്ട് ചെയ്യും. അവർക്ക് നന്നായി വരയ്ക്കാൻ അറിയുമെങ്കിൽ ഭഗവാന്റെ പടങ്ങൾ വരയ്ക്കാൻ പറയൂ. അതൊക്കെ ഫ്രെയിം ചെയ്ത് നമ്മുടെ വീടുകൾ സൂക്ഷിക്കുക. എന്നാൽ നമുക്ക് വലിയ എൻ്റെ പടം എന്താ, ഞാൻ വരച്ച പടം ഇങ്ങനെ കെയർ ചെയ്യുന്നു, സൂക്ഷിക്കുന്നത് നല്ലതല്ലേ? എന്നിട്ട് അങ്ങനെ കുട്ടികൾ നല്ല രീതിയിൽ മുന്നോട്ട് പുരോഗമിക്കുമ്പോൾ അച്ഛനമ്മമാർക്കും വിശ്വാസം, എൻ്റെ കുട്ടി ഇപ്പം നല്ല രീതിയിൽ വരുന്നു, അച്ഛനമ്മമാരെ ബഹുമാനിക്കുന്നു,
അന്നേരം അവർക്കും ഭക്തിയിൽ താല്പര്യം വർദ്ധിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നല്ല നല്ല കാര്യങ്ങൾ കുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കും. ഓക്കെ, ദാറ്റ്സ് ദ ഗോൾ. ഹരേ കൃഷ്ണ. അതുകൊണ്ട് എല്ലാ ഭക്തരും അതിനുവേണ്ടി ശ്രമം നടത്തുക. എല്ലാ വീടുകളിലും ഞായറാഴ്ചകളിൽ കുട്ടികളെയൊക്കെ വിളിച്ച് സത്സംഗം കീർത്തനം ചെയ്ത്, എന്നിട്ട് നിങ്ങൾക്കറിയാവുന്ന 2 വാക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അരമണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ. 1 മണിക്കൂർ കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കണം. എന്നിട്ട് അവരവരുടെ വീട്ടിൽ പോകണം. അന്നേരം എന്ത് പറ്റും? അവരെല്ലാ ഞായറാഴ്ചകളിലും വരാൻ ഇഷ്ടപ്പെടും. ഒരുപാട് സമയം നമ്മൾ അവരെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് നിർത്തരുത്. കുറച്ച് സമയം മതി. വന്നു കഴിഞ്ഞാൽ ഉടനെ മോനെ ഒരു കീർത്തനം. ഇനി മെല്ലെ മെല്ലെ കുട്ടികളെ കൊണ്ട് തന്നെ കീർത്തനം ചെയ്യിപ്പിക്കുക. കുറച്ചു നേരം ചർച്ച ചെയ്യുക, എന്നിട്ട് പ്രസാദം കൊടുക്കുക. നല്ല കുറഞ്ഞ പക്ഷം സ്വീറ്റ്, അവലെങ്കിലും നനച്ച് കൊടുക്കുക. അത്രയും മതി, സിമ്പിളല്ലേ? അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായി കുക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊണ്ട് തോന്നണം, നമുക്ക് മാത്രം തോന്നിയാൽ പോരാ. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള പ്രസാദം ഓരോ ആഴ്ചയും, നല്ല സ്പെഷ്യൽ പ്രസാദമൊക്കെ ഭഗവാന് നിവേദ്യമൊക്കെ തയ്യാറാക്കി അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക. അന്നേരം എല്ലാ ആഴ്ചയും അവർ കൊതിക്കണം, ഈ ആഴ്ച പോകുമ്പോൾ എന്തായിരിക്കും ഫുഡ് അവിടെ അല്ലേ എന്ന് കുട്ടികളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കണം. അങ്ങനെ ചെയ്താൽ മതി, സംഭവം സിമ്പിളായിരിക്കും. ഓക്കെ, സോ അന്നേരം നിങ്ങൾക്ക് നല്ല ഒരു എൻഗേജ്മെൻ്റ് ആണ്. പൊതുവേ നമ്മൾ കുടുംബക്കാരോട് ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് താല്പര്യമില്ല അല്ലേ? ഇത് നമ്മൾ കുട്ടികളാകുമ്പോൾ വളരെ ഈസിലി നമുക്ക് ഭഗവാനെക്കുറിച്ച് പറയാൻ പറ്റും. നാമജപമൊക്കെ പഠിപ്പിക്കുക. പിന്നെ നമ്മുടെ അടുത്ത് തന്നെ, അധികം ദൂരെ അല്ലാതെ ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ, 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ അവരെല്ലാവരും ഒരിടത്ത് കൊണ്ടുവരും. കാരണം ഒരുപാട് കുട്ടികൾ ഒന്നിച്ച് വരുമ്പോൾ കുട്ടികൾക്ക് തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവും. അന്നേരം തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും അവർക്ക് കുട്ടികളെ രക്ഷപ്പെടുത്താൻ വളരെ ഈസിയായിരിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ്, കുട്ടികൾ വരുമ്പോൾ വി ഹാവ് ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റായിട്ടുള്ള ഒരു സംസാരം, പ്രവൃത്തി, പ്രഭാഷണം എടുക്കുമ്പോൾ മാത്രമല്ല, കീർത്തനം ചെയ്യുമ്പോൾ മാത്രമല്ല, കുട്ടികൾ ടേപ്പ് റെക്കോർഡറുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ കണ്ണുകൾ എന്ന് പറഞ്ഞ ഒരു ക്യാമറയാണ്, ചെവി എന്ന് പറയുന്ന ഒരു ടേപ്പ് റെക്കോർഡറാണ്. നിങ്ങൾ നോക്കുമ്പോൾ അവരൊന്നും കാണുന്നില്ല, പക്ഷെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അവരൊന്നും കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു, പക്ഷെ അവരെല്ലാം കാണുന്നുമുണ്ട്, എല്ലാം കേൾക്കുന്നുമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവ് കാര്യം, ഇതൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് കോലത്ത് പോകും. ഒരു കൂട്ടം കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയേ പറ്റൂ, അല്ലെങ്കിൽ അവരെ ഭക്തരാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ സത്സംഗത്തിലുള്ള എല്ലാവരും വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടി സത്സംഗം സ്റ്റാർട്ട് ചെയ്യും എവറി സൺഡേ. എന്നിട്ട് അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ. പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 1 മണിക്കൂർ കൂടുതൽ കുട്ടികളെ നിർത്തരുത് അവിടെ. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വെയിറ്റും പോയി. അതുകൊണ്ട് നാമമൊക്കെ ജപിച്ച് നല്ല രീതിയിൽ ആ കുട്ടികളെ, അതുകൊണ്ട് നല്ല രീതിയിൽ അതൊക്കെ ഒന്ന് റെഡിയാകും. അന്നേരം നന്നായിരിക്കും കേട്ടോ. അന്നേരം 1 മണിക്കൂർ കഴിയുമ്പോൾ ഉടനെ അലാം അടിക്കണം. എത്രയും പെട്ടെന്ന് കുട്ടികളെ ഇവിടുന്ന് പറഞ്ഞയക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്ന് അന്നേരം കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തി നന്നായി അവർക്ക് പ്രസാദം. മക്കളെ ഇനി അടുത്ത ഞായറാഴ്ച ആണ്, ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. ഇങ്ങനെ എല്ലാ സൺഡേയും ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ സത്സംഗത്തിലുള്ള ഓരോ ഭക്തരും എല്ലാ ഞായറാഴ്ച ഇങ്ങനെ സത്സംഗം ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി സത്സംഗം ചെയ്യാൻ അടിപൊളിയായി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യും. അതിനുവേണ്ടിയുള്ള ഫുൾ സപ്പോർട്ടും നമ്മൾ ഗോലോൺ ട്രസ്റ്റ് ചെയ്യും. ഓക്കെ, കുട്ടികളുടെ ഉള്ളിൽ ആ കഴിവുകളെ മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കുക. കണക്റ്റഡ് വിത്ത് കൃഷ്ണ. കൃഷ്ണ ഈസ്, പ്രഭുജി പറയും, കൃഷ്ണനുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുക അവരുടെ കഴിവുകളൊക്കെ. ഇവരെ ഒരു ഭക്തരാവും. അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എഫേർട്സ് ഇടുമ്പോൾ ഭഗവാനും അനുഗ്രഹിക്കും. എല്ലാവരും ചെയ്യോ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇനി നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. നാരായണീയം കുറേ ദിവസങ്ങളായിട്ട് മുടങ്ങി, ക്ഷമിക്കണം. ഒരുപാട് ആഗ്രഹമുണ്ട് നാരായണീയം വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ. ഇന്നൊരു സത്സംഗമുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. അധികം താമസിക്കാതെ തന്നെ നമുക്ക് നാരായണീയം ചർച്ച തുടരാം. ഇനി അടുത്ത സത്സംഗം, ഇന്ന് രാവിലെ ഒരു സത്സംഗം ഇവിടെ സജിതാ മാതയുടെ വീട്ടിലുണ്ട്. പിന്നെ
വൈകുന്നേരത്തെ ഒരു സത്സംഗം, അതൊരു 3 മണിക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലെ ഒരു സത്സംഗമുണ്ട് മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ, പിന്നെ തിരുവനന്തപുരത്ത് നാളെ പോവുകയാണ്. അന്നേരം മിക്കവാറും നാളെ രാവിലെ പ്രഭുജി 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 ശ്രീരാം പ്രഭു, നാളെ എപ്പോഴാണ് സത്സംഗം? നാളെ എപ്പോഴാണ് സത്സംഗം? എത്ര മണിക്കാ? രാവിലെ അല്ല, ഇന്നല്ലേ ഇവിടെ 10 മണി? അതെ, അമ്പലത്തിൽ 10 മണിക്കല്ല. അല്ല, നാളെ രാവിലെ എത്ര? 10 മണി. 10 മണിക്കാണ്. അന്നേരം ഭാഗവതം എടുക്കാൻ പറ്റും. അന്നേരം നാളെ രാവിലെ ഇവിടുന്ന് തന്നെ അടുത്തൊരു ക്ഷേത്രത്തിലാണ് സത്സംഗം ഉള്ളത്. അന്നേരം നമുക്ക് അത് ചെയ്യാം കേട്ടോ. നാളെ രാവിലെ ഭാഗവതം, നാളെ രാവിലെ കാണാം, നാളെ രാവിലെ 7 മണിക്ക്. അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ ചോദിക്കുകയാണ്, എല്ലാ വീടുകളിലും നിങ്ങൾ സത്സംഗം സ്റ്റാർട്ട് ചെയ്യണം. അതേ ഉള്ളൂ വഴി. നിങ്ങളെല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നതെങ്കിൽ ഒരു വീട്ടിൽ എല്ലാവരും കൂടെ, കുട്ടികളെല്ലാവരും ഒത്തുകൂടും, അത് ഏറ്റവും നല്ലതാണ്. പിന്നെ അമ്പലങ്ങളാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, പക്ഷേ കമ്മിറ്റിക്കാർ ഒരുപാട് അതിൽ ഇൻവോൾവ് ആവണമെങ്കിൽ ഡോണ്ട്. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവരെ കുട്ടികളെ പഠിപ്പിക്കാനുണ്ട്. കമ്മിറ്റിക്കാർ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവർ ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കുട്ടികളിൽ നിന്ന് എന്തെങ്കിലും റവന്യൂ ജനറേറ്റ് ചെയ്യാനോ വിചാരിച്ചു. എല്ലാ അമ്പലങ്ങളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മുടെ വീടുകളാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ ഒരിക്കലും കമർഷ്യലൈസ് ചെയ്യരുത്. നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് ഒരു ലാഭം പ്രതീക്ഷിച്ച് ചെയ്യരുത്. നിസ്വാർത്ഥമായിട്ട് ചെയ്യും, ഒന്നും പ്രതീക്ഷിക്കാതെ. അത് ഭഗവാന് വേണ്ടിയും ഗുരുവിനും വേണ്ടിയും ചെയ്യുന്ന സേവനമായിട്ട് നിങ്ങൾ ചെയ്യും. അത് ഏറ്റവും നല്ല സേവനമായിരിക്കും. പ്രീച്ച് ചെയ്യാൻ വേറെ എങ്ങും പോകണ്ട, കുട്ടികളെ പ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല സേവനമാണ്. കുട്ടികൾ നന്നായി വരുമ്പോൾ കുട്ടികളുടെ അച്ഛനും അമ്മമാർക്കും വലിയ സന്തോഷമാണ്. ഓക്കെ, എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സൂപ്പറല്ലേ? ഇവിടെ ഒരു കൊച്ചുകുട്ടിയുണ്ട്, പാദത്തിൽ ലക്ഷ്മി ദേവി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഗ്രഹമാണിത്. രണ്ടുപേരും നല്ല ചിരിച്ചിരിക്കുന്നല്ലേ, രാധക്കുട്ടിയും മദൻ ഗോപാൽജി. ഹരേ കൃഷ്ണ. നമുക്കൊന്ന് ഊഞ്ഞാലാട്ടി കൊടുക്കാം അല്ലേ? ഹരേ കൃഷ്ണ. എന്നാലും ഇനി നമുക്ക് അടുത്ത സത്സംഗത്തിലേക്ക് കാണാം. ഇപ്പോൾ നമ്മളിരിക്കുന്നത് സജിതാമത്തിയുടെ വീട്ടിലാണ്. വളരെ നന്നായിട്ടുണ്ട് അല്ലേ? ഹരേ കൃഷ്ണ. ഇനി നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഭക്തരും നിങ്ങളുടെ വീടുകളിൽ കുട്ടികൾക്കായിട്ടൊരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക. വളരെ നന്നായിരിക്കും. ഏറ്റവും നല്ല സേവനമാണ്. ഗുരുവായൂരപ്പന് ഒരുപാട് സന്തോഷമുണ്ടാകും. വലിയവരെ പ്രീച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ 3 വർഷം എടുത്തു നിങ്ങളെ ഇങ്ങനെ ആക്കാൻ പറ്റി.
പക്ഷെ കുട്ടികൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കും കേട്ടോ. ഏറ്റവും നല്ല നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ്. നിങ്ങൾക്കതിന് വേണ്ടി എന്ത് സപ്പോർട്ട് വേണമെങ്കിലും പറഞ്ഞാൽ മതി. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യും കേട്ടോ. അത് പ്രസാദത്തിന് വേണ്ടിയുള്ള ചിലവാണെങ്കിലും പിന്നെ ജപമാലയോ ബുക്സോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ക്യാമ്പ് നടത്തണം, സമ്മർ ക്യാമ്പ്. കുട്ടികളുടെ വെക്കേഷൻ ടൈമല്ലേ, ആ സമയത്ത് നോക്കാം മെല്ലെ മെല്ലെ അവരെ ഗുരുവായൂരിൽ കൊണ്ടുവരാനോ അങ്ങനെയൊക്കെ അതിനൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. അവരെ ജഡായു പാറയിൽ കൊണ്ടുപോകാം. അങ്ങനെ ഒരുപാട് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. അത് നമുക്കെല്ലാം ഒരുമിച്ച് നല്ലൊരു ശ്രമം നടത്താം. അടുത്ത ജനറേഷൻ നമുക്ക് ഭക്തിയിലേക്ക് കൊണ്ടുവരണം. അത് ഏറ്റവും ഉത്തമ സേവനമായിരിക്കും. ഓൺലൈൻ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. നമ്മൾ മദൻ ഗോപാൽ ഫ്രണ്ട്സ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഓൺലൈൻ ആകുമ്പോൾ കുട്ടികൾക്ക് അധികം ഇൻട്രസ്റ്റ് വരത്തില്ല. ആ മദൻ ഗോപാൽ ഫ്രണ്ട്സ് തന്നെയായിരിക്കും ഈ നമ്മുടെ ഗുരുകുലത്തിൻ്റെ പേരും. അന്നേരം ഗുരുകുലത്തിൽ ഓൺലൈൻ ചെയ്യുമ്പോൾ 4-5 കുട്ടികൾ മാത്രം വരും. അതും പകുതി മനസ്സോടുകൂടി എവിടെയോ നോക്കിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് മദൻ ഗോപാൽ ഫ്രണ്ട്സ് നമ്മൾ കുറച്ചും കൂടെ ലൈവ് ആക്കണം, ആക്റ്റീവ് ആക്കണം. ഇത് ഒരു കുട്ടികളുടെ ക്ലബ്ബ് പോലെ ആക്കണം. മദൻ ഗോപാൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബാക്കി നമുക്ക് വലിയ രീതിയിൽ ഗുരുവായൂരപ്പന് വേണ്ടി നമ്മളിങ്ങനെ ഓരോ പുഷ്പങ്ങൾ കോർത്തിങ്ങനെ മാല റെഡിയാക്കത്തില്ലേ, ഓരോ കുട്ടികളും ഓരോ പുഷ്പമാണ്. പല പല നിറങ്ങളും പല പല സുഗന്ധമുള്ള പുഷ്പങ്ങൾ, അതെല്ലാം കോർത്ത് ഒരു മാലയാക്കി ഗുരുവായൂരപ്പൻ്റെ കഴുത്തിലേക്ക് നമുക്ക് ചാർത്തണം. ഇതാണ് ഭഗവാന് ഏറ്റവും സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കൂ. നിങ്ങൾ യഥാർത്ഥത്തിൽ ശ്രമിക്കുമ്പോൾ പിന്നെ കുട്ടികൾ വന്ന് വീട്ടിലൊക്കെ ഇങ്ങനെ കീർത്തനമൊക്കെ ചെയ്യുമ്പോൾ എന്താ ഒരു പോസിറ്റീവ് എനർജി എന്നറിയാം. കുട്ടികൾ നിഷ്കളങ്കമായിട്ട് ഭഗവാന്റെ നാമം ജപിക്കും, ഭഗവാൻ പെട്ടെന്ന് ഇവിടെ വരും. ഭഗവാൻ അതിൻ്റെ ഇടയിൽ കാണും. മദൻ ഗോപാലിൻ്റെ ഫ്രണ്ട്സ് അല്ലേ ഇവരൊക്കെ. മദൻ ഗോപാൽ വരും, ഉറപ്പായിട്ട് വരും. അന്നേരം ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും ഉത്തമ മാർഗമാണ് കുട്ടികളെ നല്ല വഴിയിലേക്ക് നയിക്കുക. നിങ്ങളുടെ വീട് ഒരു ഗുരുകുലമാക്കി മാറ്റുക. നിങ്ങളുടെ വീടിപ്പോൾ ഭഗവാനുണ്ട്, ഇനി അവിടെ ഗുരുകുലമാക്കി മാറ്റുക കേട്ടോ. അതെല്ലാവരും നിങ്ങൾ ശ്രമിക്കുക. അതിന് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും തീർച്ചയായിട്ടും പറയുക. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ എപ്പോഴും ഓർക്കുക, നമ്മൾ വളരെ എക്സാംപ്ലറി ആയിരിക്കണം. നമ്മുടെ പെരുമാറ്റം, സംസാരം ഒരിക്കലും കുട്ടികൾക്ക് ഒരു വേദന ഉണ്ടാക്കാത്ത രീതിയിൽ, അവരുടെ ഉള്ളിൽ നമ്മളെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരിക്കും. വളരെ ഇമ്പോർട്ടൻറ്റ്. അത് അമ്മമാർക്ക് പറ്റും. അമ്മമാർ മിടുക്കികളാണല്ലോ, നല്ല അമ്മമാർ തന്നെയാണ്. അമ്മമാരെ കൊണ്ടേ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. അത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടിയനെ വിളിച്ചാൽ മതി, നമുക്ക് അവിടെ ഗുരുകുലത്തിലൊക്കെ വരാം കേട്ടോ. അത് ഏറ്റവും നല്ല മാർഗ്ഗമാണ്. കുട്ടികളുടെ ആശയം ഭഗവാൻ ഗുരുജിയെ കൊണ്ട് പറഞ്ഞു. തീർച്ചയായിട്ടും അത് തന്നെയല്ല, അടിയൻ നിമിത്തം മാത്രമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രമിക്കാം. അടുത്തൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ ശ്രമിക്കാം. അത് ഗുരുവായൂരപ്പന് വലിയൊരു സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഫോട്ടോസ്, നിങ്ങൾ ചെയ്യുന്ന പ്രീച്ചിങ് എല്ലാം ഗ്രൂപ്പിലിടുക കേട്ടോ. കാരണം എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കണം. അത് എല്ലാ വീടുകളിലും നമ്മൾ ഗുരുകുലം സ്റ്റാർട്ട് ചെയ്യുക അല്ലേ, ഓൺലൈൻ അല്ല, എല്ലാ വീടുകളിലും ഗുരുകുലമാവട്ടെ. അയൽവക്കത്തുള്ള കുട്ടികളെ, ഒരു കുട്ടിയാണെങ്കിലും മതി, പാവപ്പെട്ട എത്രയോ കുട്ടികൾ കാണും, അവരെയൊക്കെ വിളിക്കുക, അവരെയൊക്കെ നല്ല മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും, ഉറപ്പാണ്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഈ സത്സംഗത്തിലെ ഓരോ ഭക്തരോടും. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ പ്രചരണം മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഞാൻ അതിനൊരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. നമ്മളൊരു കുടുംബമാണ്. ഇനിയും നമുക്ക് ഒരുപാട് നന്മകൾ നമ്മുടെ ഈ നാട്ടിന് വേണ്ടി ചെയ്യാം. ഹരേ കൃഷ്ണ.